സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് കിടന്നു വരുവാനും നിങ്ങളുമായിട്ട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനും സന്ദർഭത്തിനുമായി കർത്താവിന് സ്തോത്രം. വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നസ്തുൽ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ എബ്രഹാം വർഗീസ് അവർകൾ, AUPCയുടെ ഈ പ്രാവശ്യത്തെ പ്രസിഡന്റ് പാസ്റ്റർ സാജൻ കുരുവള അവർകൾ, അതിൻ്റെ സെക്രട്ടറി ബ്രദർ ഗോഡ്സൺ, ട്രഷറർ, ആ കമ്മിറ്റിയിലുള്ള മറ്റ് ബഹുമാന്യ ദൈവദാസന്മാർ, എന്നോടൊപ്പം ചേർന്ന് ഇവിടെ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് ഈ AUPCയുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പ്രിയ ബഹുമാന്യ ദൈവദാസൻ ഷാജി ഡാനിയൽ, വർഷിപ്പ് ചെയ്യുന്ന പ്രിയ ബ്രദർ ബ്ലസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും വളരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ അസിസ്റ്റൻ്റ് ഓവർസിയർ പാസ്റ്റർ PG മാത്യൂസ്, പ്രിയ മാമ, അതുപോലെ പാസ്റ്റർ ജസ്വിൻ, എനിക്ക് പരിചയമുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, പാസ്റ്റർ ജിജി അവർകൾ. ഒത്തിരി സന്തോഷം എനിക്കിവിടെ വരാനും നിങ്ങളെ കാണാനും കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. വിശേഷാൽ എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് ബഹുമാന്യ ദിവദാസനാണ് പാസ്റ്റർ റോയി ഷാമുവേൽ അവർകൾ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തും വരാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഒത്തിരി പേരോട് നന്ദി പറയണം. പ്രത്യേകിച്ച് ഞാൻ ഈ രാജ്യത്ത് വരാൻ ദൈവം കഴിഞ്ഞാൽ, കർത്താവ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാരണമായിരുന്ന ഒരു ബഹുമാന്യ ദിവദാസനാണ് പാസ്റ്റർ ഷാജി ഡാനിയൽ അവർകൾ. 2016 ഞാൻ ആദ്യമായിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോകുന്നത്. അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പാസ്റ്റർ അല്ല. എനിക്കങ്ങനെ വലിയ ബന്ധങ്ങൾ അമേരിക്കയിലില്ല. എന്നാൽ ഷാജി പാസ്റ്ററിൻ്റെ ഒരു അനന്തരവൻ എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു സ്പോൺസർ ലെറ്റർ അയച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരെണ്ണം അനീഷ് പാസ്റ്റർ കൂടെ അയച്ചു തരാൻ. അങ്ങനെ ഒരെണ്ണം എനിക്ക് വന്നു. ഞങ്ങൾ 3-4 പേര് എംബസിയിൽ ചെന്നു. പക്ഷേ എനിക്ക് മാത്രമേ അന്ന് വിസ അടിച്ചുള്ളൂ. ഞാൻ അങ്ങനെ രാജ്യത്ത് ചെന്നു. അമേരിക്കയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ബന്ധങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. പാർക്കാൻ സൗകര്യങ്ങൾ വേണം. ഓരോരോ സ്റ്റേറ്റുകളായതുകൊണ്ട് ആ സ്റ്റേറ്റിൽ ചെല്ലാനുള്ള അക്കോമഡേഷൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏലപ്പാറ എന്ന് പറയുന്നൊരു കൊച്ചു പട്ടണമാണ് എൻ്റെ പട്ടണം. അവിടെ നിന്നും കൂടെ കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഹെലിവറിയ എന്ന് പറയുന്നൊരു ചെറിയ ടീ എസ്റ്റേറ്റ്, തേയില കമ്പനി, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം അവിടെയുള്ളവരാരും അങ്ങ് അമേരിക്കയിൽ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി പ്രായോഗിക പ്രയാസങ്ങൾ എനിക്ക് ആ രാജ്യത്തുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നടന്നൊരു മിഡ് വെസ്റ്റ് റീജിയൻ്റെ കൺവെൻഷനിൽ അന്ന് പ്രസംഗിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർ ബാബു ചെറിയാൻ വന്നില്ല. ആരെയാണ് അത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പരിഗണിക്കേണ്ടതെന്നിങ്ങനെ അവരെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പേര് അവരുടെ മനസ്സിനകത്ത് വന്നു. അങ്ങനെ ഡാളസിൽ ഒരു 3 ദിവസം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. സത്യത്തിൽ ആ ഒരു പ്രസംഗത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ഒരു മനുഷ്യനെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ കർത്താവിന് ഒത്തിരി സമയമൊന്നും വേണ്ട. കരമുയർത്തിയൊരു സ്തോത്രം എന്ന് പറയാമോ? കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണും അടച്ചാട്ട്. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു തന്നിർക്കം നോർത്തിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൂടു തന്നിർക്കം നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. എന്നുള്ളിലെന്നും വസിച്ചിടുവാ മണ്ഡപം തിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്ന് എന്നു മതി വസിക്കാൻ വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്ന് എന്നു മതി. ആ കരമുയർത്തി ഒന്ന് പാടാമോ? വന്ന
ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നൻ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ പിന്നെയും കടന്നു വരുന്നു. വളരെ ആഗ്രഹത്തോടെ നിന്റെ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വെച്ച ഈ കോൺഫറൻസിൻ്റെ 2ാമത്തെ ദിവസം ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ നടുവിൽ അങ്ങുള്ളത് കൊണ്ട് സ്തോത്രം. ഈ ജനത്തിന് പ്രയോജനമുള്ളത് പറയാൻ കർത്താവ് എന്നെ സഹായിക്കണം. അങ്ങയുടെ കൃപ ഞാൻ ചോദിക്കുന്നു, അങ്ങയുടെ സഹായം ഞാൻ ചോദിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാവണം. ദൈവം അവരോട് സംസാരിക്കണം. ഒരു വലിയ മാറ്റം ഇന്ന് രാത്രി ഞങ്ങൾക്ക് പകരണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നാം ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ ബഹുമാന്യ ദേവദാസൻ ഷാജി ഡാനിയൽ പാസ്റ്റർ വളരെ ഗൗരവമായിട്ടുള്ള ദൂതുകൾ നമുക്ക് നൽകി തന്നു. ഇന്ന് രാവിലത്തെ ക്ലാസ്സുകൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. സ്തോത്രം. അതൊരു അനുഗ്രഹമായിരുന്നു. പങ്കെടുത്തവർക്കെല്ലാം അനുഗ്രഹമായിരുന്നു. നാളെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. അത് അനുഗ്രഹമായി മാറട്ടെ. കർത്താവിൽ വസിപ്പിൻ, ക്രിസ്തുവിൽ വസിപ്പിൻ എന്നുള്ളതാണ് നമ്മുടെ തീം വാക്യം. നമ്മുടെ ഈ വർഷത്തെ തീം അതാണ്, ക്രിസ്തുവിൽ വസിപ്പിൻ. യോഹന്നാന്റെ ലേഖനം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:6 അതാണ് എന്നോട് പറഞ്ഞ വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാവുന്നു. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും എന്നെ കേൾക്കണം. എനിക്കൊരു കൊച്ചു മെസ്സേജ് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നിങ്ങളെല്ലാം കണ്ട് സംസാരിക്കണം. ഞാനൊരു ചെറിയ ലോക്കൽ സഭയുടെ പാസ്റ്ററോടാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ടിരിക്കുന്നത് വരെ എൻ്റെ വൈഫും എൻ്റെ അമ്മച്ചിയും പ്രാർത്ഥനയിലായിരിക്കും. എനിക്ക് ഒരു ചെറിയ ചർച്ചുണ്ട്, കുറച്ച് പ്രായമുള്ള അമ്മച്ചിമാരുണ്ട്. അപ്പോൾ അവരും ഈ 1 മണിക്കൂറത്തെ പ്രസംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. സ്തോത്രം. യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഒരു ശിഷ്യനാണ് ഈ യോഹന്നാൻ്റെ ലേഖനം എഴുതിയത്. ഞാൻ ഈ പഠിക്കുന്ന ബൈബിൾ, എൻ്റെ ഇരിക്കുന്ന ഈ ബൈബിൾ സത്യം പബ്ലിക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ദ്വിഭാഷ ബൈബിളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ദ്വിഭാഷ ബൈബിൾ. ഈ ബൈബിളിൽ ഏതാണ്ട് ഏകദേശം 90 ഈ പുസ്തകം എഴുതിയെന്ന. ഈ 90 ഈ പുസ്തകം എഴുതുമ്പോൾ യോഹന്നാന് 91 വയസ്സുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് BC 1 ക്രിസ്തുവിന് മുമ്പ് BC 1 ജനിച്ചിട്ട് AD 99 അദ്ദേഹം മരിക്കുമ്പോൾ 100 വയസ്സുണ്ട്. ഈ പുസ്തകം എഴുതിയത് 90 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 91 വയസ്സുണ്ട്. അപ്പം അത്രയും പ്രായമുള്ളവരാരും ഇതിനകത്ത് ഇന്ന് രാത്രി ഇല്ല. 91 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ. ഈ പ്രായം കൂടുന്തോറും അനുഭവം ഒത്തിരി കൂടുതലാണല്ലോ. പ്രായം കൂടുന്തോറും ഒത്തിരി അനുഭവങ്ങൾ കൂടുതലായിട്ട് വരും. അപ്പം അവരൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഒത്തിരി തൂക്കമുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്കിനേക്കാളൊക്കെ കുറച്ചുകൂടെ പവർഫുൾ വേർഡായിരിക്കും. ഒരു പക്ഷേ PG മാത്യു സാറ് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഭയങ്കര. ഈ കുറെ വർഷങ്ങളുടെ പരിചയം ക്രിസ്തുവുമായിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് ഈ യോഹന്നാൻ. ലേഖനം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര. ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ആള് പൗലോസിലേക്കാണല്ലോ. അപ്പൊ പൗലോസിലേക്ക് ആ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ആധികാരികത, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ചെന്നുള്ളത്. അദ്ദേഹം പറയുന്നത് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും അല്ല, ഞാനിങ്ങനെ ബുദ്ധിയിൽ എഴുതിയ സംഭവമൊന്നും അല്ല. പിന്നെ കർത്താവിൽ ഇത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നു, അത് അദ്ദേഹം എഴുതി വെച്ചേക്കും. എന്നാൽ പത്രോസിലേക്ക് 2 ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാപിച്ചതൊന്നുമല്ല, പിന്നെ ഞാൻ അവന്റെ മഹിമ എന്ത് ചെയ്തു, കണ്ടു. ചുമ്മാ അല്ല, എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, ഞാൻ കണ്ടിട്ട് എഴുതിയത്. പക്ഷെ ഇദ്ദേഹം കുറച്ചുകൂടെ ഗൗരവമായിട്ട് പറയുന്നത്, ഞാൻ പ്രാപിച്ചതോ കണ്ടതൊന്നുമല്ല, പിന്നെ ഞാൻ അവനെ തൊട്ടു. ഞാൻ ആഗ്രഹിച്ച സമയത്തൊക്കെ തൊടാൻ യേശു അവൈലബിൾ ആയിരുന്നു. എപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ ഞാൻ സ്പർശിക്കാൻ കൊതിച്ചിട്ടുണ്ടോ, അന്നൊക്കെ യേശു അവൈലബിൾ ആയിരുന്നു. ഭയങ്കര ലഭ്യമായിരുന്നു. എനിക്ക് തൊടാൻ പറ്റുമായിരുന്നു. ഞാൻ അവനെ തൊട്ടു, കണ്ടു, കേട്ടു. ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രിസ്തു പരിചയം കുറച്ച് കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനകത്ത് പല കാര്യങ്ങളും, ഞാൻ ഈ യോഹന്നാനെ പറ്റി 2-3 കാര്യങ്ങളൊന്ന് ശാന്തമായിട്ട് പറയാം. എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു മനുഷ്യൻ. ഒത്തിരി ക്വാളിറ്റികളുള്ള ഒരാളായി മനുഷ്യൻ. ഒത്തിരി ക്വാളിറ്റി ഉള്ള ആൾ. ഇപ്പോൾ ഒരു ക്വാളിറ്റി ഞാൻ പറയാം, 1 അല്ല 3 ഉണ്ട്. ഒന്ന് പറഞ്ഞു നോക്കാം എത്ര എണ്ണം വരെ എത്തുമെന്ന്.
ഈ പെസഹയുടെ തിരുനാളിൽ യേശു അപ്പക്കഷ്ണം എടുത്ത് ഇങ്ങനെ നുറുക്കി ശിഷ്യന്മാർ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടി എന്ത് ചെയ്യും, കൊടുക്കും. ഇദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണമെന്ന് പറയാനേ, എന്നിട്ട് നമുക്കിതിലേക്ക് വരാം. നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഭാരം വന്നു. ശിഷ്യന്മാർക്ക് ഭയങ്കര ഭാരം വന്നു. കാരണം അവര് പലതും വിട്ടിട്ട് യേശുവിന്റെ പുറകെ എന്ത് ചെയ്തേ വന്നു. പടക് വിട്ടിട്ട് വന്നവരുണ്ട്, പടകിൽ കൂലിക്കാരെ വിട്ടേച്ച് വന്നവരുണ്ട്, അപ്പനെ വിട്ടേച്ച് വന്നവരുണ്ട്, പലതരത്തിൽ വിട്ടേച്ച് വന്നിട്ടുള്ളവർ. അപ്പൊ അവർക്കിത് ഭയങ്കരമായിട്ട് ഭാരം ഉണ്ടാക്കി. കാരണം ഒരിക്കൽ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് ഇത് കഠിന വാക്കാന്ന് പറഞ്ഞ് ഒത്തിരി പേര് പോയപ്പോൾ ഇവര് പോയില്ല, ഇവരവിടെ നിന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ട്? ഉടനെ പറയുന്നുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകും? അപ്പൊ ഒത്തിരി പേര് പോയിട്ടും പോകാതെ ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഇന്ന് രാത്രി കാട്ടിക്കൊടുക്കും. അപ്പൊ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് അവർ ചോദിച്ചു, ഞാനോ ഗുരു? അതാരാ ഗുരു? ഞാനാണ്. ഇങ്ങനെ പലരും ചോദിച്ചു. നിങ്ങൾക്കറിയാം, ആ കൂടെ ചോദിക്കാത്ത 3-4 പേരുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് പത്രോസ്. അദ്ദേഹം ചോദിച്ചില്ല. പത്രോസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പുള്ളി ആദ്യം എന്ത് ചെയ്യണ്ടേ? ചോദിക്കണ്ടേ? പക്ഷെ പുള്ളി മിണ്ടിയില്ല, അവിടെ മിണ്ടിയില്ല. എന്നിട്ട് ചെയ്ത കാര്യം കേൾക്കണോ? യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയിരിക്കുമ്പോ യോഹന്നാനോട് ഇങ്ങനെ ആംഗ്യത്തിൽ ചോദിച്ചു, ആരാന്ന്? ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്തിരിക്കുവല്ലയോ? ഇത്ര അടുത്തിരിപ്പ് 12 പേരല്ലേ ഉള്ളു, ചോദിച്ചൂടെ? അടുത്തിരിക്കുവല്ലയോ? നേരിട്ട് ചോദിച്ചൂടെ? പുള്ളിക്ക് പേടിയാ. കാരണം നീയാന്ന് പറഞ്ഞാലോ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ആരെ കൊണ്ട് ചോദിപ്പിച്ചു? യോഹന്നാനെ കൊണ്ട്. അതിനർത്ഥം എന്താ? ഇത്രയേ ഉള്ളൂ, ഞാനാണെന്ന് യേശു പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് അത് ആരായിരിക്കില്ല, പുള്ളിയല്ല. പുള്ളി ആയിരിക്കത്തില്ല, ഞാനായിരിക്കും. പക്ഷെ പുള്ളി അല്ല, ഉറപ്പാ. ഇപ്പൊ ഈ 3.5 കൊല്ലം കൂടെ നടക്കുമ്പോ ഗ്ലോറി വിക്ടറി കാൽവറി മാത്രം പറഞ്ഞു പോവല്ല. ഈ മനുഷ്യനെ നടപ്പ് കണ്ടാൽ അറിയാം, ഈ പുള്ളി ഒറ്റി കൊടുക്കത്തില്ല. ഭയങ്കര ഉറപ്പാ. ഇനി 2, ഇദ്ദേഹം ചോദിച്ചു, ആരുടെ കാര്യം പറയുന്നു? വലിയ വിഷമമായി പോയി കേട്ടോ, ആരുടെ കാര്യം പറയുന്നു? അപ്പൊ യേശു പറഞ്ഞു, പേര് പറയത്തില്ല, ഞാൻ ക്ലൂ തരാം. യോഹന്നാൻ പറഞ്ഞു, മതി ക്ലൂ. അപ്പക്കഷ്ണം എടുത്ത് ഞാൻ ചാറ്റിൽ മുക്കി ആർക്കാണ് കൊടുക്കുന്ന അയാളാ കക്ഷി. അപ്പക്കഷ്ണം എടുത്തു ചാറ്റിൽ മുക്കി കൊണ്ട് കൊടുത്തു. ഈ കൊടുക്കുമ്പോ യോഹന്നാന്റെ കണ്ണി അപ്പത്തല്ല, ആരാ കൊണ്ട് കൊടുത്തത് ആർക്കെന്നറിയാമോ? യൂദയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോഴേ യോഹന്നാൻ ആളിനെ പിടികിട്ടി, ആള് യൂദ തന്നെയാ. പക്ഷേ ഈ മനുഷ്യൻ അന്ന് ഒരൊറ്റ വ്യക്തിയോടും ആ കാര്യം പറഞ്ഞില്ല, മിണ്ടിയില്ല. ഇപ്പൊ യോഹന്നാൻ ആ കൂടെ എഴുന്നേറ്റ് പോയപ്പോ ശിഷ്യന്മാർ ഓർത്തത് പണസഞ്ചി അവന്റെ പക്കൽ ഉള്ളത് കൊണ്ട് ദരിദ്രന്മാർക്ക് എന്തോ കൊടുക്കാൻ യേശു പറഞ്ഞിട്ട് പോവുക എന്ന ചിന്തയല്ലാതെ ഒറ്റിക്കൊടുക്കാൻ പോവാന്ന് അറിയില്ല. ആകെ അറിയാവുന്നത് യേശുവിനും യോഹന്നാനും. മിണ്ടിയില്ല. നമ്മളാണെങ്കിലോ അയ്യോ എന്തെല്ലാം പരിപാടിയാണ് നമ്മുടെ ഉള്ളത്. സ്തോത്രം. ഒറ്റിക്കൊടുക്കുന്ന ആള് യൂദായെന്നറിഞ്ഞാൽ, നമുക്കറിഞ്ഞാൽ നമ്മൾ വെളിവാക്കും. ഒന്നെങ്കിൽ കണ്ണുകൊണ്ട് SMS അയക്കും, ഇങ്ങനെ SMS അയക്കും. അതല്ലെങ്കിൽ കൈക്കകത്ത് എന്ത് ചെയ്യും? കൈക്കകത്ത് നമ്മളത് അറിയിക്കും ഒത്തിരി. പക്ഷെ ഈ ഇങ്ങോട്ട് നോക്കി, ലിസൺ. ഇയാള് മിണ്ടിയിട്ടില്ല. ആരോടും പറഞ്ഞില്ല കള്ളനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, യോഹന്നാൻ പറയുന്നുണ്ട് യൂദാ കള്ളനാന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവൻ കള്ളനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം എപ്പോ എഴുതിയതാ? AD 80. എപ്പോഴാ യൂദാ മരിക്കുന്നേ? ഏകദേശം AD 30. അപ്പൊ അർത്ഥാൽ ഒറ്റിക്കൊടുക്കുന്നവൻ മരിച്ചിട്ടും 50 കൊല്ലം കഴിഞ്ഞു ആ കാര്യം പറയാൻ. കൂടെ ആരാധിക്കുന്നവന്റെ ബലഹീനത കണ്ടാൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനുള്ള അവന്റെ സ്വഭാവ ഗുണം ഭയങ്കര. ഇനി അടുത്ത കാര്യം കേൾക്കണം. ഈ യേശുവിന്റെ കൂടെ നിൽക്കുന്നതിൽ ഈക്വൽ ടൈംസിൽ നിൽക്കുന്ന 2 പേര്, ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്ന 2 പേരാണ് പത്രോസും യോഹന്നാൻ. അവർ ഈക്വൽ റേഞ്ചില്ല, 2 പേര് തുല്യ വലുപ്പത്തില്ല. ഒരു ചെറിയ പ്രശ്നം പണ്ട് അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊണ്ട് പത്രോസിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ യോഹന്നാന്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, താക്കോലോ പോയി, ഈ മഹിമയിൽ ചെല്ലുമ്പോൾ പിള്ളേരെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യണം? ഇരുത്തണം. അങ്ങനെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വലിയ വാദത്തിൽ എന്നോട് നിങ്ങളുണ്ടോ? എത്ര പേർ എന്നോട് ഉണ്ടോ? ഉള്ളവരും ഒന്ന് കൈപൊക്കിക്കോണ്ടോ? ഇങ്ങനെ ഈ വാദത്തിൽ 2 പേരും കൂടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാമോ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ആർക്കെന്നറിയാമോ? യോഹന്നാന്. കാരണം ഒരേ റേഞ്ചിൽ നിൽക്കുന്ന പത്രോസ് യേശുവിനെ 3 വട്ടം ബെസ്റ്റ്. ഒരേ റേഞ്ചിൽ നിൽക്കുന്നവൻ ഒരുത്തൻ തള്ളി പറഞ്ഞു. പിന്നെ എന്നാ വേണം? സ്തോത്രം.
എന്തെല്ലാം ചെയ്യാം ഇല്ലേ? പടക് ശൂന്യമായി ഒരു രാത്രി മൊത്തം വീശിയിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസിന്റെ പടകിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ വീശി കൊണ്ട് ഇഷ്ടം പോലെ മീൻ കൊടുത്ത യേശുവിനെ അവൻ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. എന്നോട് നിങ്ങൾ വരണം. തള്ളിപ്പറഞ്ഞു. കാര്യം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ബ്രിസ്ബൻ പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്നപ്പോൾ ഒറ്റ മീൻപിടുത്തത്തിൽ അവനും എനിക്കുമുള്ള കരം കൊടുക്കാൻ ദൈവം അവൻ വഴി ഒരുക്കി. ആ യേശുവിനെ പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. എന്തെല്ലാം പറയാം, എന്തെല്ലാം പറഞ്ഞ് എഴുതി അവനെ തകർക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്രോസിന്റെ പിന്മാറ്റത്തെ പറ്റി ആകെ പറഞ്ഞേക്കുന്നത് 2 വാക്യം. പക്ഷെ ആ സംഭവത്തെ പറ്റി മത്തായി 5 വാക്യത്തിൽ എഴുതി. നിങ്ങൾക്കറിയാമോ? തള്ളി പറഞ്ഞു. 5 വാക്യത്തിൽ മത്തായി അത് കുറിച്ചു വെച്ചപ്പോൾ ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്ന യോഹന്നാൻ ആകെ കുറിച്ചത് 2 വാക്യം മാത്രം. ഓൺലി 2 വേർഡ്സ്, 2 വാക്യം. എന്നിട്ട് കേൾക്കണോ, അദ്ദേഹം ഒരധ്യായം എഴുതി എക്സ്ട്രാ. എന്താണെന്നറിയാമോ? പത്രോസിന്റെ മടങ്ങി വരവ്. 4 സുവിശേഷത്തിൽ പത്രോസ് മടങ്ങി വരുന്ന കാര്യം എഴുതിയേക്കുന്നത് ആകെ യോഹന്നാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്നവന്റെ തകർച്ച കാണണമെന്നൊന്നും പുള്ളിക്ക് ആഗ്രഹമില്ല. കൂടെ നടക്കുമ്പോഴും ഒറ്റിക്കൊടുക്കത്തിൽ എന്ന ശിഷ്യന്മാർക്ക് ഉറപ്പ്. അങ്ങനെ അസാധാരണമായ സ്വഭാവ ഗുണമുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യോഹന്നാൻ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമായി. പുസ്തകം ഞാൻ ഇതിലേക്ക് വേഗം ഓടിക്കേറുവാണേ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും കാതലായ വിഷയമാണ് കർത്താവിൽ എന്ത് ചെയ്യുവീൻ. ഒന്ന് പറഞ്ഞേ ക്രിസ്തുവിൽ വസിപ്പിൻ. എന്തിനാന്നുള്ളതാ ഞാൻ ഈ ദൂതിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശാന്തമായിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥന പ്രത്യേകിച്ച് വേണം. എന്തിനാണെന്നുള്ളതാണ്. ഒത്തിരി വാക്യങ്ങൾ ഈ 5 അധ്യായത്തിനകത്ത് ഒത്തിരി വാക്യങ്ങൾ. ക്രിസ്തുവിൽ വസിപ്പിൻ, ക്രിസ്തുവിനോട് കൂട്ടായ്മ വേണം, ക്രിസ്തുവിൽ വസിപ്പിൻ, ഒത്തിരി വാക്യങ്ങൾ. അപ്പൊ ഞാന് ഇത് എന്തിനാണ് ഇത്ര ഗൗരവമായി പറയുന്നത് എന്ന് ഈ ഭാഗമൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പറയാനൊരു കാരണം 2:28 വാക്യമാ. പ്ലീസ് 2:28 വാക്യം വായിച്ചേ. അവൻ ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അപ്പോ ഇവിടെ യോഹന്നാൻ യേശുവിൽ വസിപ്പീൻ എന്ന് പറയുന്നതിന്റെ പിമ്പിലുള്ള പ്രധാനപ്പെട്ട റീസൺ ഇങ്ങോട്ട് നോക്കൂ. പ്രധാനപ്പെട്ട റീസൺ ഒറ്റ റീസണേ ഉള്ളൂ. യേശു എന്ത് ചെയ്യും? പ്രത്യക്ഷനാവും. സ്തോത്രം. ഞാൻ ഓർത്ത് നിങ്ങളൊരു സ്തോത്രം പറയുന്നു. സ്തോത്രം. യേശു പ്രത്യക്ഷനാവും ചെറിയ കാര്യമാണോ? ഹലോ, സത്യത്തിൽ നമുക്ക് പൈസ ഉള്ളത് കൊണ്ടല്ല ഈ കോൺഫറൻസ് വെക്കുന്നത്. ഇഷ്ടംപോലെ പൈസ ബാഗിൽ കിടക്കും, എന്നാ പിന്നെ നമുക്കൊരു കോൺഫറൻസ് വെച്ചേക്കാം എന്നോർത്താണോ? അല്ല. ഭൗതികമായ ജോലിക്ക് വേണ്ടി ഈ രാജ്യത്ത് വന്നവർ ശുശ്രൂഷകന്മാരായും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും യോഗത്തിന് വേണ്ടിയിട്ടും തയ്യാറാകുന്നതിന്റെ പിമ്പിലെ റീസൺ വരുമാനം ഉദ്ദേശിച്ചാണോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടെന്നോ ഇല്ലെന്നോ? ഹലോ, അൾട്ടിമേറ്റീവ് ഫൈനൽ ഏറ്റവും ഗൗരവമായത് യേശു വരും. വിശ്വാസം വരുന്നില്ലല്ലോ. സത്യം യേശു വരും. പ്രൈസ് ദി ലോർഡ്. എത്ര ബ്രദർ വിശ്വസിക്കുന്നുണ്ട്? ആ കരമുയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശു വരുമെന്ന പ്രതീക്ഷ നമുക്കില്ലെങ്കിൽ യോഗം വേസ്റ്റ്. യേശു വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിൽ സ്തോത്ര കാഴ്ച വേസ്റ്റ്. യേശു വരുമെന്ന് നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ കയ്യടി വേസ്റ്റ്. ഈ പരിപാടികൾ മുഴുവനും ചെയ്യുന്നതിന്റെ പിമ്പിൽ ഒറ്റ ദൂതേ ഉള്ളൂ, പ്രാണനാഥന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ, ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ആ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് സ്തുതിച്ച്. യേശു മടങ്ങി വരും. സത്യത്തിൽ നമ്മൾ ഈ പെന്തിക്കോസ്തിലോട്ട് വന്നതിന്റെ, ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, വിശ്വാസത്തിലോട്ട് വന്നതിന്റെ പിമ്പിലെ റീസൺ എന്തുവാ? ഒന്ന് പറഞ്ഞേ. പൈസക്ക് വേണ്ടിയാ? ആണെന്നോ അല്ലെന്നോ? പെന്തിക്കോസിൽ പോയ പൈസ കിട്ടും. അയ്യോ, എനിക്കറിയത്തില്ല, അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയത്. എല്ലാവരും പെന്തിക്കോസുകാർ മൊത്തം എന്തായനെ? സമ്പന്നന്മാരായ. ഇത് പാക കുറച്ച് പേർക്കല്ലേ ഉള്ളൂ പൈസ. നാട്ടിൽ പെന്തക്കോസിൽ പൈസ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇതിനകത്തോട്ട് ലിസൺ, എന്നോട് നിങ്ങൾ പറയണം, പെന്തിക്കോസിനകത്തോട്ട് എൻ്റർ ചെയ്തത് പൈസക്ക് വേണ്ടിയിട്ട് അല്ല. പിന്നെ രോഗസൗഖ്യം ആണോ? അല്ല. രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പെന്തക്കോസ്തിനകത്ത് വിശ്വാസത്തിലോട്ട് വന്നതെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവണമായിരുന്നു? രോഗം. പക്ഷെ കൃപയാൽ നമ്മുടെ അകത്ത് രോഗികളാ കൂടുതൽ. രോഗസൗഖ്യമായിരുന്നെങ്കിൽ എല്ലാവർക്കും വേണം. സമ്പത്താണെങ്കിൽ എല്ലാവർക്കും വേണം. ഇനി വിദ്യാഭ്യാസം കുറച്ചു പേർക്കല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ലല്ലോ. എന്റെ ചോദ്യം,
മർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, CSI, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട്, കാത്തലിക് ഒക്കെ വിട്ട് ലിസൺ. ഒന്നുമില്ലാത്ത ഈ കൊച്ചു കൂരയ്ക്കകത്തോട്ട്, ഒരു ചെറിയ മുറിക്കകത്തോട്ട് എൻ്റർ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്തുവാന്ന് പറ. എന്തുവാന്ന് പറയും. ഇതിനകത്തോട്ട് വന്നതിന്റെ റീസൺ പറ സാറേ. ഇതിനകത്തോട്ട് വന്ന് കയറിയതിന്റെ കാരണം എന്താന്ന് പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൈയടിക്കാൻ പറയുമ്പോൾ മാത്രം കൈയടിക്കാനാണെങ്കിൽ ഒരിക്കൽ പോലും കൈയടിക്കെന്ന് പറയാത്തടത്തല്ലയോ നിന്നത്, അവിടെ നിന്നാ മതിയായിരുന്നല്ലോ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ആരാധിക്കാൻ പറഞ്ഞാൽ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കൽ പോലും ആരാധിക്കുക എന്ന് പറയാത്തടത്തല്ലയോ നമ്മൾ നിന്നത്. പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നു. സ്തോത്രം, സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? ഇതിനകത്തോട്ട് എൻ്റർ ചെയ്ത് വന്നതിന്റെ പിമ്പിലെ റീസൺ സമ്പത്തല്ല. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇന്നല്ലെങ്കിൽ നാളെ യേശു മടങ്ങി വരും. രക്തത്താൽ ചെയ്യും. യേശു മടങ്ങി വരും. യേശു മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് അതിൽ ഉറപ്പുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. യേശു മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ നമ്മുടെ അകത്തില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ നാം പെന്തക്കോസ്തിലോട്ട് വരേണ്ട കാര്യം ഇല്ലായിരുന്നു. എങ്ങനെയോ നമുക്ക് മനസ്സിലായി, ബൈബിളാണ് സത്യം, സ്നാനമാണ് സത്യം, അഭിഷേകം പ്രാപിച്ചാലേ പറ്റത്തുള്ളൂ. കർത്താവ് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? പോകണം. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ അല്ലേ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? അപ്പോൾ മർത്തോമേന്ന് പെന്തക്കോസ്തിലോട്ട് പോയപ്പോൾ അവർ ചോദിച്ചു, എവിടെ പോവാടി? പെന്തക്കോസ്തിൽ പോവാ. എന്തിനാടി? അല്ല, എനിക്ക് എവിടെ പോകണം? നിങ്ങൾ പറയുന്നില്ലേ? ഇത് സത്യമാണെന്ന് മനസ്സിലായി. എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പോവാ, അങ്ങോട്ട് പോവാ. അപ്പൊ എവിടെ പോകാനായിട്ടാ? സ്വർഗത്തിൽ. അങ്ങനെ നമ്മൾ എങ്ങനെ പെന്തക്കോസ്തി വന്നതാ? എന്തിന് വന്നതാ? പറ. നമുക്ക് തന്നെ പറയാൻ ചമ്മല. നമുക്ക് തന്നെ പറയാൻ ചമ്മല. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. പറ. ഓസ്ട്രേലിയയിൽ വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നേഴ്സ് അവിടെ 20,000, ഇവിടെ 9 ലക്ഷങ്ങൾ കിട്ടും. ഓസ്ട്രേലിയയിൽ വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെന്ന് ആരും പറയില്ല. ആന്നു. പക്ഷേ പെന്തിക്കോസ്തി വന്നതോ? അപ്പൊ ഞങ്ങളുടെ പരിപാടി എന്നാ? ഞങ്ങളുടെ പരിപാടി എന്നാ? പെന്തിക്കോസ് വിശ്വാസത്തിൽ വരുന്ന ആൾക്കാർക്ക് ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇതിനകത്തുള്ള വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പോകും, ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ, ഇങ്ങോട്ട് എന്നോട് നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ സ്വർഗത്തിൽ പോകും എന്ന് എന്ത് ചെയ്യാനുള്ളവരാ? പഠിപ്പിക്കും. വേറെ ഒരു പരിപാടിയില്ല. വേറെ എന്നാ പറയാൻ? വേറെ എന്നാ പറയാൻ? തോമസ് നീ പോക്ക് പോയാൽ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ബൈബിൾ വെച്ചോണ്ട. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നുമില്ല, ബൈബിൾ. അത് വെച്ചാൽ ഇങ്ങനെ പോകത്തില്ല. ഇങ്ങനെ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. അപ്പൊ എവിടെ പോകാമെന്ന? സ്വർഗത്തിൽ. അപ്പൊ അങ്ങനെ വന്നവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? പോകാൻ വഴി പറയണം. മകനെ, നിന്നെ ഞാൻ ഇന്നടത്തോട്ട് അയക്കുന്നു. അതിനല്ല, അതിന് വേറെ ആൾക്കാരുണ്ട്, പറഞ്ഞു കൊടുക്കും. IELTS എഴുതിയാൽ UK പോകാം, OET എഴുതിയാൽ അയർലൻഡ്, അതൊക്കെ പറഞ്ഞു കൊടുക്കും വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനൊക്കെ തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, സ്വർഗത്തിൽ പോകാം. അപ്പൊ എന്ത് ചെയ്യണം? നേരെ ചൊവ്വേ പോകണം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, എന്നോട് വിഷമം തോന്നരുത്. ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരന്റെ പോലെ കർത്താവിനെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പൊ ഞാനിങ്ങനെ വലിയ കൺഫ്യൂഷനിലായിരുന്നു എന്ത് പറയുന്നുള്ളത്. അപ്പൊ എന്നോട് ദൈവം പറഞ്ഞാ, നീയേ ഇവിടെ അങ്ങ് വരാനായിട്ട് പറ്റുന്ന ത്രാണിയുള്ള ആളായിരുന്നില്ല. അപ്പൊ നിന്നെ ഞാൻ അവിടുന്ന് ബുക്ക് എടുത്തോണ്ട് വരെ നീതേ കൊണ്ടുവന്ന്. അപ്പൊ അതുകൊണ്ട് നീ എന്ത് പറയുന്നോർത്ത് നീ അറിയാവട്ടെ, ജനം എന്റേതായതുകൊണ്ട് ഞാൻ തന്നോളം അതങ്ങ് പറഞ്ഞാൽ മതി. നാളെ കഴിഞ്ഞ് കയറി പോകാൻ വില്ലിങ്ങ, നാളെ കഴിഞ്ഞ് കയറി പോകാൻ വില്ലിങ്ങ. ഒന്നും ഞാൻ പറയാം, നിങ്ങളെ ചതിക്കില്ല, നിങ്ങളെ ചതിക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് ഭൂമിയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന പദം ഞാൻ പറയത്തില്ലേ. ഒരൊറ്റ പദമേ പറഞ്ഞുള്ളെങ്കിലും അത് നിത്യതയെ പറ്റിയേ പറയൂ. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ചതിക്കാൻ മനസ്സില്ല, നിങ്ങളെ ചതിക്കാൻ മനസ്സില്ല. എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ, ഒരു പ്രസംഗമേ പ്രസംഗിച്ചുള്ളെങ്കിലും അത് നിത്യതയെ പറ്റി ഫോക്കസ് ചെയ്യുക, നിങ്ങളെ അവിടെ കൊണ്ടുപോകാനുള്ള വഴി പറയുക. അതല്ലാതെ മറ്റൊരു ചിന്ത എന്റെ അകത്തില്ല. കൊള്ളാമെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് പരിഭവമില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? മടങ്ങി വരുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Somebody shout hallelujah. ഈ വിശ്വാസയാത്രയിൽ എത്തിപ്പെട്ടതിന്റെ പിമ്പിലാകെ ഉള്ള ഒറ്റ ചേതവികാരം യേശു വരുമ്പോൾ പോകുക എന്നുള്ളതാണ് മാത്രം. ഇതിനകത്ത് വന്നതിനകത്ത് വേറെ ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. സത്യം പറഞ്ഞാൽ വിടുതൽ, ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്ന കാര്യം പോലും നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് വന്നതിന് ശേഷം. അപ്പൊ പാസ്റ്റർമാരാ പറഞ്ഞു, അടിച്ചോ വിടുതൽ, കരമടിക്കുമ്പോൾ വിടുതൽ. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായേ? സത്യം പറഞ്ഞ ആദ്യത്തെ അടിയൊന്നും അങ്ങനെയുള്ള അടിയൊന്നും ആയിരുന്നേ ഇല്ല. പണ്ട് മഹത്വപ്പെടുത്തലായിരുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, മഹത്വപ്പെടുത്തലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് കൈയടിക്കുമ്പോഴാണെങ്കിൽ പാട്ടിനൊത്ത താളമൊന്നും അല്ല. പാട്ട് അതിലേ പോകും, കയ്യടി ഇങ്ങനെ വേറെ സൈഡിൽ കൂടെ പോകും. ഒപ്പിക്കാൻ ഞങ്ങൾ പെടുന്ന പാട്. എന്നാലും ഞങ്ങൾക്ക് അത് സന്തോഷമായിരുന്നു. കാരണം ആ ഐഡിക്കകത്തൊരു ഇന്നസെൻസി
ഉണ്ടായിരുന്നു. പണ്ട് പ്രാർത്ഥിച്ച സാക്ഷ്യമാകും, സാക്ഷ്യം പറഞ്ഞ പാട്ടാവും. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ വിഷമം തോന്നിയിട്ടില്ല, കാരണം അതിനകത്ത് ഇന്നസെൻസി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അടിക്കാൻ പഠിച്ചു. എങ്ങനെ അടിക്കണം നമ്മൾ പഠിച്ചു. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിച്ചു. എങ്ങനെ പഠിക്കണം, ഈ പരിപാടി മൊത്തം നമ്മൾ പഠിച്ചപ്പോ ഇന്നസെൻസി അങ്ങോട്ട് വിട്ടു. എന്റെ പൊന്നു സാറേ, വിഷമം തോന്നരുത്. ഞാൻ ഏലപ്പറക്കാരനല്ലയോ, അവിടുത്തെ ആ സ്റ്റാൻഡേർഡ് ഭാഷയിൽ പറഞ്ഞോളാം. ദൈവരാജ്യമാണ് ഇതിനകത്ത് വന്നതിന്റെ പിമ്പിലെ ഉദ്ദേശമെങ്കിൽ യേശുവിൽ നീ വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, യേശുവിൽ നീ ലയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരുമിച്ച് കരമുയർത്തി ഹല്ലേലൂയ. യേശു മടങ്ങി വരും. അത് ഞാൻ പറഞ്ഞല്ല, ബൈബിളിനകത്ത് നമുക്ക് തെളിവുകളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അവൻ പ്രത്യക്ഷനാവും, അതിൽ സംശയമില്ല. ഒത്തിരി വാക്യങ്ങളുണ്ട് വിശുദ്ധ ബൈബിളിൽ. എല്ലാം പറയാം, നമുക്ക് സമയമില്ല. എന്തായാലും ഞാനൊരു 3-4 വാക്യം ഒന്ന് പറയാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് വാക്യം ഒരുമിച്ചൊന്ന് പറയണം. എന്തായാലും എന്ത് വിശ്വാസിയുടെ കൂട്ടമല്ലേ, 2-3 വാക്യങ്ങൾ ഒരുമിച്ച് പറയുന്നത് തന്നെ നമുക്കൊരു ആരോഗ്യമാണ്, അല്ലേ? സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, പിന്നെ എന്നിലും വിശ്വസിപ്പിൻ, പിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ ചെന്ന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. അടുത്ത വാക്യം, പിന്നെയും വന്ന് എല്ലാവരും പറ, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നിത്യരാജ്യത്തിൽ നമ്മളെ ചേർത്ത് കൊണ്ടുപോകാൻ യേശു വരുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ അകത്ത് മനസ്സുള്ള, കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ട്? അഭിഷേകത്തെ പറ്റി പറയുമ്പോഴല്ലേ ആരാധിക്കേണ്ടത്? യേശുവിന്റെ മടങ്ങിയ വരവിനെ പറ്റി പറയുമ്പോഴാണ് ആരാധിക്കേണ്ടത്. അകത്ത് കൊതിയുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു മടങ്ങി വരും. ഇത് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഇനിയുണ്ട്, ദൂതന്മാരെ കൊണ്ട് പറയിപ്പിച്ചു ഇല്ലേ? അപ്പോസ്തല പ്രവൃത്തി 1:11 അവിടെ ഇങ്ങനെ പറയുന്നത്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അടുത്തത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറ. അവൻ വീണ്ടും എന്ത് ചെയ്യും? ഹലോ, അവൻ വീണ്ടും വരും. ഇനിയുണ്ട്, അപ്പോസ്തലന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. സ്തോത്രം. ഏതാ? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും. എല്ലാവർക്കും അറിയാവുന്ന വാക്യമില്ലേ? അറിയാവുന്ന വാക്യം വന്നോ? എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും, പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, പിന്നെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. അടുത്ത വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇന്ന് രാത്രി ആ വരവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം. നഷ്ടമാക്കി കളയിലെ നിത്യത. ഓസ്ട്രേലിയ വന്നതുകൊണ്ട് കൂടെ ഒന്നുമില്ല. നിത്യരാജ്യമാണ് ഗൗരവമായിട്ടുള്ളത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനകത്തൊരു വലിയ ദൈവ സാന്നിധ്യം ഈ 2ാം രാത്രി വ്യാപരിക്കട്ടെ. ഒരു നിത്യതയുടെ പ്രത്യാശ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മടങ്ങിയ വരവിനെ പറ്റിയുള്ള വിശ്വാസം ഇന്ന് രാത്രി ഇതിനകത്ത് വർദ്ധിക്കട്ടെ. ഈ യോഹന്നാൻ ഈ വേട് പറയാനുള്ള കാരണം, ഒന്ന്, അവൻ പ്രത്യക്ഷൻ ആവും, അതിൽ സംശയമില്ല. ഈ 2ാമത്തെ പ്രത്യേകത, അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതെ. ഒന്ന് പറഞ്ഞേ, അപ്പൊ എന്താ അർത്ഥം? പറഞ്ഞേ, നിങ്ങൾ വേണ്ടുന്നില്ലല്ലോ. വേണ്ടുന്നില്ല. അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതെ. ഇത് പറഞ്ഞത് യോഹന്നാനാണ്, സഭയ്ക്കുള്ള ലേഖനാണ്, വിശുദ്ധ ബൈബിളാണ്. ഇങ്ങോട്ട് നോക്ക്. ഇത് സത്യമേ പറയൂ, അതാ പ്രത്യേകത. വിഷമം തോന്നല്ലേ? അല്ല, തോന്നിയിട്ടും കാര്യമില്ല, പറയാതിരിക്കാൻ പറ്റും. ആരെങ്കിലും ഒന്ന് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു തുടക്കത്തിലേ പറഞ്ഞല്ലോ, ചതിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു. ചതിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് അത് എൻ്റെ ഫുൾ ഹാർട്ടില്ല, അവന് ഉള്ളം തുറന്നാ പറയുന്നത്, എൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ തുറന്നാ പറയുന്നത്. ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നേ. സ്വോത്രകാഴ്ചയ്ക്ക് പ്രതിഫലം പോലും കിട്ടാതെ പോകും. നമ്മൾ ഈ സ്വോത്രകാഴ്ച കിട്ടുന്നത് എന്ത് കിട്ടും പറഞ്ഞോണ്ടാ? സ്വോത്രകാഴ്ച നമ്മൾ ഇടുന്നത് എന്ത് കിട്ടും പറഞ്ഞോണ്ടാണ്? പ്രതിഫലം. അല്ലെ പിന്നെ ആരെ ഇതിനകത്ത് പൈസ ഇടുന്നു? രക്തത്താലിച്ച് പ്രതിഫലം കിട്ടുന്ന ഒന്നെങ്കിൽ കൊച്ചിന്റെ ഭാവി അനുഗ്രഹിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വീട് കിട്ടും. ഈ 2 പ്രതീക്ഷയല്ല ഈ സ്വോത്രകാഴ്ച ഇടുന്നത് തന്നെ. അല്ലാതെ കർത്താവിന്റെ വേല അതൊക്കെ ഇവിടെ ആരുടെ മനസ്സിലാ ചിന്ത? പ്രതിഫല ഉദ്ദേശം മാത്രം. അതുകൊണ്ടാണ് ഈ സ്വോത്രകാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പ്രാർത്ഥനയാ. താവേ 100 മടങ്ങായി. മനസ്സിലാകുന്നുണ്ട്? തലമുറയ്ക്ക് കിട്ടുന്ന ഓർത്തിട്ടാ നമ്മൾ ഈ കൊടുക്കുന്നത്. അതിന്റെ പ്രതിഫലം വാങ്ങാൻ പോലും മേളിൽ പോകാൻ പറ്റത്തില്ല.
പറ്റത്തില്ല. ലജ്ജിച്ചു പോവാതെ. ഒരു 10 കന്യകമാരുടെ ചരിത്രം ഞാൻ പറയാം. അവര് 10 പേരും ഉറങ്ങിന്ന. 10 പേരും എന്ത് ചെയ്തു? ഉറങ്ങി. 10 പേര് ഉറങ്ങിയോ? ഇല്ലയോ? ഉറങ്ങി. അവരെത്ര പേര് ഉണർന്നു? അല്ലല്ല, അവര് 10 പേര് ഉണർന്നായിരുന്നു കേട്ടോ. അവര് 10 പേര് ഉറങ്ങി, 10 പേര് ഉണർന്നു. അവര് 10 പേരും എന്ത് ചെയ്തു? കത്തിച്ചു. പക്ഷെ 5 എന്ത് ചെയ്തുള്ളൂ? കത്തി നിന്നുള്ളൂ. അവർ 5 പേര് മണവാളം വന്നപ്പോ എന്ത് ചെയ്തു? കയറി. ഈ ബാക്കിയുള്ള 5 പേര് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? വന്നു. അവരും തട്ടി. ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കാത്തിരുന്നു. അവർ ഉറങ്ങിപ്പോ. ഞങ്ങൾ മാത്രമല്ല, അവരും ഉറങ്ങിയില്ലയോ? ഞങ്ങൾ ഉറങ്ങി. പിന്നെ എണ്ണ എടുത്തില്ല, അതേ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ ഞങ്ങളെല്ലാം ഉണ്ട്, തുറന്നാട്ടെ. അപ്പൊ യേശു പറഞ്ഞു, സമയം എന്ത് ചെയ്തു? കഴിഞ്ഞു. എന്നോട് ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിയൊക്കെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ നിത്യതയെ പറ്റി വല്ലപ്പോഴും ഒന്ന് പറയുന്നവരായിരിക്കണം. ആഴ്ച ഒരിക്കലെങ്കിലും സ്വർഗത്തെ പറ്റി ഒന്ന് പറയുന്നവർക്ക് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. ഞാനിതൊക്കെ എൻ്റെ കുടുംബത്തിലെ സംസാര വിഷയമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ലിജു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ സംസാര വിഷയമാണ് നിത്യത. അത് അസാധാരണമായി അകത്ത് സ്പർശിക്കും. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. കൈയടി നഷ്ടമായി പോകാതിരിക്കാൻ, അന്യഭാഷ നഷ്ടമായി പോകാതിരിക്കാൻ, ഇവൻ വിശ്വാസയാത്രയിൽ വന്നത് നഷ്ടമായി പോകാതിരിക്കാൻ, ലജ്ജിച്ച് നാണം കെട്ട് പുറകോട്ട് പോകാതിരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി സംസാരിക്കുന്നൊരു ദൂതുണ്ട്. അവന്റെ മടങ്ങി വരവിൽ നാം ലജ്ജിക്കാതെ അവനോട് ചേർന്ന് പാർക്കണമെങ്കിൽ യേശുവിൽ വസിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിചയം കൂടുതലുണ്ട്. എനിക്ക് ഒത്തിരി പരിചയമുണ്ട്. പല ചർച്ചകളിൽ പോകുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒത്തിരി പരിചയങ്ങളുണ്ട്. 17 വയസ്സിൽ ഞാൻ പ്രസംഗം തുടങ്ങിയത്. ഒത്തിരി വർഷങ്ങളായിട്ട് പ്രസംഗിക്കുക. ഒത്തിരി PG മാസ്റ്ററൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. എന്നെക്കാളൊക്കെ ഒത്തിരി സീനിയറും പരിചയമുള്ള ആൾക്കാരാണ്. എന്നാൽ എനിക്കും ചെറിയ ചെറിയ പരിചയമുണ്ട്. ഞാൻ ഈ അടുത്ത 2-3 കൊല്ലമായിട്ടുള്ള ഈ കൺവെൻഷൻ വേദിയിലോട്ട് വന്നിട്ട് അതിനു മുമ്പ് കൊച്ചു ഉപവാസ പ്രാർത്ഥന പ്രസംഗകനായിരുന്നു. ഓക്കെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പകലും വൈകിട്ട് ഒരു സഭ, അടുത്ത പകലും വൈകിട്ട് വേറൊരു സഭ, അടുത്ത പകലും വൈകിട്ട് ഇങ്ങനെ സഭകളാണ്. ഒരു 10,000-2000 സഭയിലെങ്കിലും ഞാൻ പോയി കാണും. ഏറ്റവും കുറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടാവും. ഈ അനുഭവം കൊണ്ട് പറയുക. ചിലയിടത്തൊക്കെ ഞാൻ ചൊല്ലുമ്പോൾ ചില വിശ്വാസികൾ വരുന്ന കണ്ടാൽ തന്നെ അറിയാം, പുള്ളിക്കാരനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ നീ കൈയൊന്നും അടിക്കണ്ട, നിന്നെ ഞാൻ സ്വർഗത്തിലോട്ട് എന്ത് ചെയ്തോളാം. ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, ഒരു ആനുകൂല്യം. നീ എപ്പോഴും ഒന്നും പോകണ്ട, വല്ലപ്പോഴും പോയാൽ മതി. പിന്നെ സ്വോത്രാഴ്ച ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ദശാംശം കൊടുക്കുകയെ വേണ്ട. പിന്നെ ശബ്ദം ഉണ്ടെങ്കിൽ സമയം ഉള്ളപ്പോൾ ഒന്നടിച്ചോ, നിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്തോളാം. അങ്ങനെ വല്ല ആനുകൂല്യം കൊടുക്കുക വെച്ചാ? അയ്യോ, നമ്മുടെ അവകാശവാദങ്ങളൊക്കെയാ. നോർത്ത് ഇന്ത്യയിൽ ഞാൻ 3 വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ട് ആ വർക്കിന്റെ കൂടെ ഞാനിവിടെ മേളോട്ട് അല്ല ഓരോരോ എനിക്കറിയത്തില്ല. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്പറുണ്ട് എനിക്കൂടെ പറഞ്ഞതാ. നമുക്ക് ടെൻഷനാ ഇരിക്കുന്നതാണ്. നമുക്ക് തോന്നുന്നത് എന്തോ പരിപാടി ഉണ്ടെന്നാ. അപ്പൊ ഞാൻ ചിലപ്പം പറയാറുണ്ട്, എനിക്കൂടെ ഒന്ന് പറഞ്ഞേ. അറിയത്തില്ല. അങ്ങനെ ഓരോ ആനുകൂല്യവും ദൈവരാജ്യ പ്രവേശനത്തിന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബൈബിളിനകത്ത് അവസാനത്തെ പുസ്തകത്തിന്റെ ഒരു വെളിപ്പാടുന്ന അതിനകത്ത് പറയുന്നൊരു പദമുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എന്ന് പറഞ്ഞേ. ഏവനെയും തീപ്പൊയിൽ തലയിടുന്നു. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഏതവൻ പേരുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ അകത്തോട്ട് വെക്കോ. പേരില്ലേ? എന്നാ പിന്നെ ഔട്ട്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. Somebody shout hallelujah. പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആനുകൂല്യം ഒരുപക്ഷെ തരാൻ ദൈവത്തിന് മനസ്സ് കാണും. കർത്താവല്ലയോ, പ്രാണം തന്നില്ലയോ, ആനുകൂല്യം തരാൻ മനസ്സ് കാണും. പക്ഷെ പ്രശ്നം, ഇതിന് മുമ്പ് കൊടുക്കേണ്ട പലർക്കും ആനുകൂല്യം കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് തന്നാൽ അവരെന്ത് ചെയ്യും? അവർ വഴക്കുണ്ടാക്കും. മനസ്സിലായി? ഉണ്ടാക്കത്തില്ലയോ വെച്ചാൽ? ഇപ്പൊ ഒരു പഴം തിന്ന ആദാമിനെ ഏതിനെയും ഔട്ടാക്കിയിരിക്കെ ആ സൈസ് പഴം തന്നെ സ്ഥിരമായി കഴിക്കുന്ന നമ്മളെ കൊണ്ട് ഏതിനെയും വെച്ചാൽ പുള്ളി ഉടക്കത്തില്ലയോ? പുള്ളി ഈ ലൈഫിനകത്ത് ആദ്യമേ ഒന്നേ എന്ത് ചെയ്തുള്ളൂ? കഴിച്ചോളൂ. ഇപ്പൊ ചോദിച്ചു, കഴിച്ചോ? കഴിച്ചു. ഓക്കെ. നിന്റെ ഭാര്യ കഴിച്ചോ? അവളും കഴിച്ചു. ഓക്കെ. എന്നാ പിന്നെ പെട്ടി. എന്നാൽ പുള്ളി പറഞ്ഞു, രാത്രിയല്ലയോ, ദൈവം തമ്പുരാൻ വരുന്നത് രാത്രിക്കാണേ, വെയിലാറുമ്പോഴാണ് വരുന്നത്. ഈ മനുഷ്യൻ ജനിച്ച സമയം തൊട്ട് ഏതനല്ലാതെ മറ്റൊരു സ്ഥലം കണ്ടിട്ടില്ല, വെളിയിൽ പോയിട്ടില്ല. പുള്ളിക്ക് അറിയത്തില്ല കാടാണോ മേടാണോ ഒന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാവിലെ പൊക്കോളാം, നേരത്തെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, പക്ഷെ വൈഫ് ഉണ്ടല്ലോ, നാളെ രാവിലെ ഒന്നും വേണ്ട, കഴിച്ചോ.
അല്ല, ഞാൻ പറയുന്നത് ഇനി മേലെ കഴിക്കില്ല കേട്ടോ കേരളത്ത് എന്ന് പറഞ്ഞ് ആദാമൻ ഒരു ആനുകൂല്യം കൊടുത്താൽ തോമസ് കുട്ടിച്ച നമുക്കത് എന്ത് ചെയ്യായിരുന്നു? പ്രതീക്ഷിക്കായിരുന്നു. ഇത് തോമസ് കുട്ടി ഇത് ആദാമിന് കൊടുത്തില്ല. അപ്പൊ ആദാമിന് കൊടുക്കാത്തിടത്തോളം കാലം ഇത് തന്നെ സ്ഥിരമായി അടിക്കുന്ന നമുക്ക് തന്ന പുള്ളി കൊടുക്കത്തില്ലയോ? പറ, നിങ്ങൾ പറ. ആദാമാരാ? ദൈവത്തിന്റെ മകൻ. നമ്മളാരാ? ദൈവത്തിന്റെ മകൻ. ഒരു മകനെ ഔട്ടാക്കിയിട്ട് നമ്മളെ കയറ്റി വെച്ചാൽ പറ, നീതിയുള്ള വിധി പറ, നീതി. അപ്പൊ ഈ ഏകദേശം നമ്മുടെ കാര്യങ്ങൾക്കൊരു ധാരണ വന്നോ? അയ്യോ, സൂപ്പ് സാൽവേഷനിൽ നിത്യത കിട്ടില്ല, കിട്ടില്ലെന്നേ, കിട്ടില്ല. സ്തോത്രം. ദൈവരാജ്യ പ്രവേശനമാണെങ്കിൽ അതിന് ക്രൈറ്റീരിയ ഉണ്ട്, അതിന് വ്രതമുണ്ട്, അതിന് പ്രമാണമുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ഇതൊരു കുത്തഴിഞ്ഞ പുസ്തകമൊന്നുമല്ല, ഇതൊരു കുത്തഴിഞ്ഞ പോക്കൊന്നുമല്ല. ആർക്കും ഏത് സമയത്തും എങ്ങനെയും വന്ന് പോകാവുന്ന പരിപാടിയല്ല ഇത്. ദൈവരാജ്യത്തിന് വേണ്ടിയാണ് വിശ്വാസയാത്രയിൽ വന്നതെങ്കിൽ ഒരാഴ്ച പണി അനിവാര്യമാണ്, ഒരു മടങ്ങി വരവ് അനിവാര്യമാണ്. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി പറ ഹല്ലേലൂയ. ലോത്തിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ആ മലയുടെ മണ്ടലോട്ട് പൊക്കോളം പറഞ്ഞു. പുള്ളി പറഞ്ഞു, പ്രായം അത്രയും പോകാൻ പ്രയാസം. എന്നാ പിന്നെ എന്തോ ചെയ്യണ്ട്? എന്നാലും പറഞ്ഞു, തൊട്ടടുത്തൊരു പട്ടണമുണ്ട് സോവാർ, അങ്ങോട്ട് പോക്കോട്ടെ. ആയിക്കോട്ടെ, നിനക്ക് പ്രായമായില്ലേ, അങ്ങോട്ട് പോക്കോ. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞെന്ത് ചെയ്യരുത്, നോക്കരുത്. പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല. ഭാര്യയോടും പറഞ്ഞിട്ട് തിരിഞ്ഞെന്ത് ചെയ്യരുത്, നോക്കരുത്. തിരിഞ്ഞ് നോക്കി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞില്ല, തിരിഞ്ഞ് നോക്കരുത്. ഒറ്റ സോവാറിലോട്ട് ഓടിയത്. ഈ പുള്ളിക്കാരുടെ മനസ്സിനകത്തൊരു സംശയം, ഇത് സത്യമാണോ, വല്ലതും കത്തുന്നുണ്ടോ അല്ല എന്നറിയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞെന്ത് ചെയ്തു, നോക്കി. ഇപ്പോഴും ആ നിപ്പ്. അപ്പൊ എന്റെ ഇങ്ങോട്ട് നോക്കി. എന്റെ ചോദ്യം, ലോത്തിന്റെ ഭാര്യ ഒന്ന് നോക്കിയപ്പോ ആ നിപ്പാണെങ്കിൽ ലോത്തിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ചിരി വരാൻ കാരണം നമ്മുടെ വിഷയത്തിനകത്ത് ഏകദേശം ഒരു ധാരണ വന്നെന്ന് ബോധ്യമായത് കൊണ്ടാ. ലോത്തിന്റെ ഭാര്യയ്ക്ക് ആ നീതിയും നമുക്ക് വേറൊരു നീതിയായിരിക്കുമോ? അല്ലല്ലോ. നോക്കി നിന്നോ, അത്രേ ഉള്ളൂ. കഴിച്ചോ, ഔട്ട്. ഇനി വേറൊരു വിഷയം ഞാൻ മിക്കവാറും പറയുന്നൊരു കാര്യമാണ്. ഈ 40 കൊല്ലം 40 ലക്ഷത്തോളം പേരെ നടത്തിയൊരു നല്ല പാസ്റ്ററിന്റെ പേരാണ്. ചെറിയ കാര്യമല്ല. കാരണം ഈ 100 പേരെയും കൊണ്ട് 3 കൊല്ലം പോകുന്ന പാട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയാം, വലിയ പ്രയാസം. ഇപ്പൊ 40 വർഷം സൗണ്ട് സിസ്റ്റം ഇല്ലല്ലോ, ഇല്ല. ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്ര കംഫർട്ടബിളാ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ മറ്റേ പുള്ളി അങ്ങനെയല്ല, സൗണ്ടിൽ. ഇവിടെ പാളയം അടിപ്പീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ഒരാഴ്ച പിടിക്കും. എടാ മോശ പറയുന്നു അവിടെ അടിക്കാൻ, മോശ പറയുന്നു അവിടെ, ഇങ്ങനെ പറഞ്ഞ് ചെല്ലുമ്പോൾ 1 വീക്ക് പിടിക്കും. പുള്ളി 3 ഉറക്കും. ഇനി ടെന്റ് ഇല്ല, ഇതുപോലെ ടെന്റ് ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയൊക്കെ ചർച്ചിന് പിക്നിക്കിന് പോകുമല്ലോ, പോകും. ഞങ്ങൾ ഗൾഫിലൊക്കെ പിക്നിക്കിന് പോകാറുണ്ട്. ഒറ്റ ദിവസത്തെ പിക്നിക്കിന് 2 മാസത്തെ പ്രവർത്തനമാണ്. സ്ഥലം കണ്ടുപിടിച്ചേ, ഇസ്ര കണ്ടുപിടിച്ചേ, ഫുഡിന് ഏർപ്പാട് ചെയ്തേ, വെള്ളത്തിനും കുളിക്കാനും എല്ലാം ഏർപ്പാട് ചെയ്യണം. എന്നിട്ടും തിരിച്ചു വരുമ്പോൾ എന്തേ മിച്ചമുള്ളൂ? ഉടക്ക. അങ്ങനെ 100 പേരെയും കൊണ്ട് ഒരു ദിവസം പോയതാ. 100 പേരെയും കൊണ്ട് ഒറ്റ പിക്നിക് ഒരു വർഷത്തിൽ ഒരിക്കൽ. അയ്യോ, അത്ര റിസ്ക് ആണെങ്കിൽ 10-40 ലക്ഷം പേര് ഇങ്ങനെ പോവുക. എത്ര ഡെലിവറി നടക്കും, എത്ര അടക്കം നടക്കും, എത്ര പിള്ളേർക്ക് പേരിടണം? 40 ലക്ഷം പേരില്ലയോ? എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ പറ്റും? ഒരു മനുഷ്യൻ മോശ, ആകെ 10 കുടുംബമാണ്. നമ്മളിപ്പോഴേ മടുത്തില്ലേ? 40 ലക്ഷം പേർക്ക് 40 കൊല്ലം രാവിലെ പേരിടുക, വൈകിട്ട് അടക്കുക, രാവിലെ പേരിടുക, വൈകിട്ട്. ഇതാ മിനിസ്ട്രി. ഇപ്പൊ ഇങ്ങനെ മിനിസ്ട്രി ചെയ്യുമ്പോ മേഘം നോക്കണം, ദൈവത്തിന്റെ കൽപ്പനകൾ നോക്കണം. ഇങ്ങനെ കൊണ്ടുപോവുക. ഈ പോകുന്ന പോക്കിൽ ഈ പാവം മനുഷ്യൻ ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്തു? കോപിച്ചു. ഒറ്റ പ്രാവശ്യം കോപിച്ചു. ഒരു പ്രാവശ്യം അല്ലേ കോപിച്ചുള്ളൂ, അത് 40 കൊല്ലത്തിനിടയ്ക്ക്. നമ്മളൊക്കെ 3 കൊല്ലത്തിനിടയ്ക്ക് എത്രയോ വട്ടം എന്ത് ചെയ്യുന്നു? ആരും അറിയുന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ആരെയും അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഷായിപ്പാസ് പറഞ്ഞു. നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുക, ഡൗൺ ചെയ്ത് പോരുന്നോണ്ടല്ലേ. ചില യോഗത്തിനൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നില്ല, അകത്തിങ്ങനെ ചിരിച്ചോട്ട് നമ്മൾ നിൽക്കുക. സത്യത്തിൽ ഒറ്റ പ്രാവശ്യം കോപിച്ച മോശയോട് ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കോപിച്ചോ. ഓക്കെ, ഒരു കാര്യം ഇങ്ങനെ വന്നേ. മലയുടെ മണ്ടയ്ക്ക് ആ സ്ഥലം കണ്ടു.
ഓക്കെ, അതാ തരാമെന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ട് പാസ്റ്റർ എന്ത് ചെയ്യണ്ട. അപ്പം എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ? എന്നോട് നിങ്ങളുണ്ടോ? എത്ര പേർ ഉണ്ട്? അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, 40 കൊല്ലത്തെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒറ്റ പ്രാവശ്യം കോപിച്ച് ഈ പുള്ളിക്കാരനെ കനാൻ ദേശത്ത് വിടാതെ ദൈവം തമ്പുരാനെ ഇപ്പുറത്തിട്ട് പൂട്ടിയെങ്കിൽ സ്ഥിരമായി കോപിക്കുന്ന നമ്മുടെ കാര്യം എങ്ങനെയാ? ആരൊക്കെയോ നമ്മളെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് ചുമ്മാതാവച്ച് നിന്നെ 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 അവർ കളിപ്പിച്ചതാ. നിന്നെ കളിപ്പിച്ചത് ആരോ പറഞ്ഞു സമയം ഉള്ളപ്പോൾ വന്നാൽ മതി, ചുമ്മാ നിന്നെ കളിപ്പിച്ചത്. ഓ നീ കൈ തുടിക്കണ്ട, പൈസ ആയില്ലയോ, പൈസ ഇല്ലാത്തവന്റെ കൈയടിക്കുക, പൈസ ഉള്ളവൻ കൈയടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നെ കളിപ്പിച്ചത്. സ്തോത്രം. ദൈവരാജ്യ പ്രവേശനമാണ് ഇതിനകത്ത് വന്നതിന്റെ പിമ്പിൽ ഉദ്ദേശമെങ്കിൽ എന്നോട് പരിഭവം തോന്നരുത്. ക്രിസ്തുവിൽ വസിച്ചേ പറ്റത്തുള്ളൂ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ കർത്താവിനെ കരമടിക്കാൻ പറ്റുമെങ്കിൽ ആ കരങ്ങളെ തട്ടി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ പരിപാടി. രണ്ടാമത് രാത്രിയിൽ നിത്യതയുടെ ഒരു വലിയ പ്രത്യാശ അകത്ത് വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് കത്തട്ടെ. പ്ലീസ്, ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് കരമടിച്ചേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷ പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അന്യഭാഷയിൽ ഒന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ നിർബന്ധിക്കുകയല്ല, ആ അതരമൊന്ന് തുറക്കും. നിന്നെ നീയാക്കി മാറ്റിയ, നിന്നെ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയും? ആ കരങ്ങളെ തട്ടി അടിച്ച് ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്? സംബടി ഓ ശരമ ഹദുരാമനാദിയാംദൽ. പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നും ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ആർക്കും ദൈവം എന്ത് ചെയ്തില്ല, കൊടുക്കത്തില്ല. ഇതിന് മുമ്പ് ആർക്കും ഇതിനെ കൊടുത്തില്ലാത്തത് കൊണ്ടാണ്. ഞാൻ മിക്കവാറും പറയുന്നൊരു കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ അനന്യാസിനെ സഫീറെ നിങ്ങൾക്കറിയാമല്ലോ, അറിയാം? അറിയാം. വസ്തു കൊണ്ട് വിറ്റേച്ച് പൈസ കൊണ്ട് കൊടുത്ത ആളാണ് ആര്? അനന്യാസ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, പുള്ളിക്കാരനൊരു സന്തോഷം. കൊടുത്തപ്പം പൈസ കുറഞ്ഞു പോയി. പാസ്റ്റർക്ക് മനസ്സിലായി. ചോദിച്ചു പാസ്റ്റർ, പത്രോസ് ചോദിച്ചു, എവിടുത്തെ പൈസ? ഇതെങ്ങനെയാ ഇത്രയും പൈസ? സാധാരണ അച്ഛനെ പിന്നെ വന്നേ ഇല്ലേ ഉള്ളൂ, ബ്രസ്മനിലോട്ട് വന്നേ ഇല്ലേ ഉള്ളൂ, ചെന്നാൽ ഇത്രയും പൈസ ഇവിടെ നിന്ന്. അദ്ദേഹം പറഞ്ഞു വസ്തു ഉണ്ടായിരുന്നു. പറഞ്ഞാൽ എന്ത് ചെയ്തു? അപ്പൊ ചോദിച്ചു, എവിടുത്തെ വസ്തു? ബ്രസ്ബെയിൻ എന്റെ പട്ടണത്തിൽ. ഓ അതാണോ? അതാ. ഒത്തിരി പൈസ കാണുമല്ലോ. കാരണം വസ്തുവിന്റെ വില ആർക്കറിയാം? ഈ പാസ്റ്റർമാരാന്ന് പറഞ്ഞാല് മന്ദബുദ്ധികളൊന്നും ആണോ? അല്ല, സത്യത്തിലല്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുന്നതാ? ആക്ട് ചെയ്യുന്നതാ. നന്നായിട്ടൊക്കെ ജോലിക്ക് പോകാനായിട്ടൊക്കെ പഠിച്ച് നിങ്ങളെ പോലും നിങ്ങളെക്കാളൊക്കെ യോഗ്യമായി ജോലി ചെയ്യാനുള്ള കരുത്തന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഇട്ടേച്ച് വന്നതാ. ഇത് ചോദിച്ചു ഇത്രയേ ഉള്ളൂ, അന്നേരം പറഞ്ഞു ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് അച്ചാൻ്റെ സ്ഥലമായിരുന്നു, ഇത് അച്ചാൻ്റെ പൈസയുമായിരുന്നു. അച്ചാൻ കുറച്ച് പൈസ എടുത്ത് മോളെ കെട്ടിക്കാൻ ഇട്ടു, അല്ലെങ്കിൽ ബാങ്കിലിട്ടു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അച്ഛൻ വ്യാജം എന്ത് ചെയ്യണ്ടായിരുന്നു? പറയണ്ടായിരുന്നു. അതുകൊണ്ട് അച്ചാൻ്റെ വിഷയത്തിനകത്ത് ഇപ്പോൾ ഒരു തീരുമാനം എന്ത് ചെയ്തു? വന്നു. അപ്പം എൻ്റെ ചോദ്യം, പ്രമാണമില്ലാത്ത കാലഘട്ടത്തിൽ കൊടുത്ത വസ്തുവിനകത്ത് വ്യാജം കാണിച്ച അനന്യാസിൻ്റെ വിഷയത്തിൽ അപ്പം തന്നെ തീരുമാനമായെങ്കിൽ ദശാംശം പോലും കൊടുക്കാത്ത നമ്മുടെ കാര്യം എങ്ങനെയാണ്? എൻ്റെ അടുത്ത് നിങ്ങളുണ്ടോ? ഉള്ളവരത്ത് കൈവക്കിക്കുക കാലട്ടോ. കുറച്ച് പേര് ഓഫായിപ്പോയി. അവർക്ക് മനസ്സിലായി എന്തായാലും പോകത്തില്ല, പിന്നെ ഊർജ്ജം കളയേണ്ട കാര്യമില്ല എന്നെ വെറുതെ ഊർജ്ജം കളയുന്ന രക്തത്താല് ചെയ്യും. എന്തായാലും തീരുമാനമായി ഊർജ്ജം കളയേണ്ട കാര്യമുണ്ടോ? രക്തത്താല് ചെയ്യും. സ്തോത്രം. ആനുകൂല്യം പ്രത്യേകിച്ച് ആർക്കും കൊടുക്കത്തില്ല. അനന്യാസ് തീർന്നു. സഫീറ വന്ന് ചോദിച്ചു, എടി ഇത്രയ്ക്കാണോ കൊച്ചേ നിന്റെ ഭർത്താവ് സ്ഥലം? അച്ഛൻ പറഞ്ഞില്ലേ? ആ ഓക്കെ. അപ്പൊ അവളോടൊന്നും പറയാൻ നിന്നില്ല. പുള്ളിക്കാരൻ വെളിയിലോട്ട് ചോദിച്ചു, അവര് വന്നോടാ? വന്നെന്ന് പറഞ്ഞു. ഓക്കെ, അവര് വന്നിട്ടുണ്ട്, നിന്നെ കൂടെ എന്ത് ചെയ്തോളൂ കൊണ്ടുപോകണം. ആരെന്നറിയാവോ? നിന്റെ ഭർത്താവിനെ അടയ്ക്കാൻ നോക്കാൻ അവര് വന്ന് കാലി കഴുകിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പേഷ്യൻ്റ് കൂടെ ഉണ്ട്, ഒരാൾ. അപ്പൊ എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ ചോദ്യം, എങ്ങനെയാ ഇവിടെ കൊണ്ടൊക്കെ തീരുമോ? പെട്ടകം ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് താഴെ കാണും. കാരണം താഴെ ആകെ 8 പേരെ മൊത്തത്തിലുള്ളൂ. നോഹയാ പെട്ടകം ഉണ്ടാക്കി, മനുഷ്യരായിട്ട് 8 പേരേ ഉള്ളൂ.
ഈ പെട്ടകത്തിനകത്ത് ഒത്തിരി സ്പേസ് കാണാൻ സാധ്യതയുണ്ട്, കാലിയായിട്ട് ആൾക്കാർ കയറിയില്ലല്ലോ. അപ്പം പിന്നെ ദൈവം തന്നെ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്തു, ഇത്രയും കഷ്ടപ്പെട്ട് പെട്ടകം ഉണ്ടാക്കിയതുകൊണ്ട് നീ ആ പെട്ടകം അടിച്ചവനെ അങ്ങോട്ട് പണിതില്ലയോ മൂന്നാശാരിമാർ, അയാളോട് മാത്രം ഭാര്യയും കൂടെ കയറിക്കൊള്ളാൻ പറ എന്ന് പറഞ്ഞ് കയറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ നോഹ പറഞ്ഞു, കർത്താവേ പെട്ടകത്തിനകത്ത് ഒത്തിരി സ്പേസ് ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വേണ്ട, സ്പേസ് അവിടെ കിടന്നോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നോളാം. സ്പേസ് ഉണ്ടെന്നതിന്റെ പേരിൽ പറ്റത്തില്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? കരമുയർച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞു. ദൈവരാജ്യ പ്രവേശനത്തിന് ഒരിക്കൽ കൂടി പറയുന്നു, ആനുകൂല്യമില്ല. അകത്ത് യേശു വസിക്കുന്നില്ലാത്തിടത്തോളം കാലം, യേശു അകത്ത് പാർക്കുന്നില്ലാത്തിടത്തോളം കാലം നിത്യത കണി കാണാൻ പറ്റില്ല. നിത്യത കണി കാണാൻ പറ്റില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കർത്താവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. അപ്പൊ യേശുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റൂ. ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, യേശുവിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? വസിക്കാം. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എങ്ങനെ വസിക്കാം? യേശുവിൽ വസിക്കാൻ നല്ല മാർഗമുണ്ട്. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരു കൊച്ചു ഉദാഹരണം പറയും. ആദാമിന്റെ കാര്യം പറയാം. ഈ ആദാമിനെ ദൈവം തന്നെ ഉണ്ടാക്കിയില്ലയോ? നമുക്കറിയാം, ആദാമിനെ ദൈവം ഉണ്ടാക്കിയത്. നിലത്തെ മണ്ണെടുത്ത് അവനെ എന്ത് ചെയ്യുമായിരുന്നു? ഉണ്ടാക്കുമായിരുന്നു. ഞാൻ മിക്കവാറും സ്ഥലത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി. ആദാമിന്റെ മുടി ദൈവത്തിന്റെ വരില്ല, ദൈവം മുടി ഉണ്ടാക്കി. ആദാമിന്റെ ബോഡിക്കകത്ത് ആദാമിന്റെ കണ്ണ്, മൂക്ക്, ഇതെല്ലാം ദൈവത്തിന്റെ വിരൽ ഇങ്ങനെ മണ്ണിനകത്ത് ഇങ്ങനെ ബോഡി ഉണ്ടാക്കി. ഒരു മണ്ണാങ്കട്ട, അത്രേ ഉള്ളൂ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ മണ്ണാങ്കട്ട. അല്ലേ തന്നെ ശ്വാസം പോയാൽ പിന്നെ എന്താ ഉള്ളത്? മണ്ണാങ്കട്ട, അത്രേ ഉള്ളൂ. അങ്ങോട്ട് ചെന്നിട്ട് ദൈവം നമ്പരൻ മുട്ടുകുത്തിയിട്ട് ദൈവത്തിന്റെ ഉദരത്തിലെ ശ്വാസം അതിന്റെ മൂക്കിനകത്തോട്ട് എന്ത് ചെയ്തു? രസം കേൾക്കണോ? സന്തോഷം കേൾക്കണോ? ഈ ശ്വാസം ഇതിനകത്തോട്ട് കയറും തോറും ഓരോന്നോരോന്ന് ജീവിക്കാൻ തുടങ്ങി. വെറും മണ്ണ് ശ്വാസം കയറിയപ്പോ മണ്ണ് കണ്ണായി. വെറും മണ്ണ് ശ്വാസം കയറിയപ്പോ എന്തായി? കണ്ണായി. ഇനി കേൾക്കണോ? വീണ്ടും ശ്വാസം അകത്തോട്ട് കയറുമ്പോൾ മണ്ണ് ഹാർട്ടായി. ഹാർട്ടിന് വേണ്ടി പ്രത്യേകിച്ച് വേറൊന്നും വെച്ചിരുന്നില്ല, ഓൺലി മണ്ണ്. വീണ്ടും ശ്വാസം അകത്തോട്ട് കയറുമ്പോൾ ഒരു ഭാഗത്തെ മണ്ണെല്ലാം കൂടെ അസ്ഥിയായി. അസ്ഥിക്ക് വേണ്ടി കാട്ടുകമ്പ് ആ ബോഡിക്കകത്ത് വെച്ചിട്ടില്ല, ശ്വാസം കയറിയപ്പോൾ അസ്ഥിയായി. വീണ്ടും മണ്ണ് അകത്തോട്ട് കയറുമ്പോൾ ഒരു ഭാഗത്തെ ശ്വാസം അകത്തോട്ട് കയറുമ്പോൾ ഒരു ഭാഗത്തെ മണ്ണെല്ലാം കൂടെ ചേർന്ന് വെയിനായി. ഞരമ്പിന് വേണ്ടി കാട്ടുവള്ളി ആ ബോഡിക്കകത്തില്ലായിരുന്നു, ഓൺലി മണ്ണ്. വീണ്ടും ശ്വാസം അകത്തോട്ട് കയറുമ്പോൾ ആ ഞരമ്പിനകത്തുള്ള മണ്ണെല്ലാം കൂടെ ബ്ലഡായി. ബ്ലഡിന് വേണ്ടി പച്ചവെള്ളം അതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല, ഓൺലി മണ്ണ്. സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ദൈവത്തിന്റെ ശ്വാസം ഈ മണ്ണിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ മണ്ണിന് ഇത്രയ്ക്ക് മാറ്റം അന്ന് വന്നെങ്കിൽ, അതേ ദൈവത്തിന്റെ ശ്വാസം ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ എന്തെല്ലാമാണോ നമുക്ക് വേണ്ടത് അത് നമ്മുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ ആ ശ്വാസത്തിന് ഇന്ന് രാത്രിയിലും കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവ മക്കളുണ്ട്? ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് വരട്ടെ, വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. ഇവൻ എഴുന്നേറ്റ് നിന്നോ, അയാൾക്ക് പേരിട്ടു ആദാം. എന്നിട്ട് കിഴക്ക് ഏദനി കർത്താവ് ഒരു തോട്ടം ഉണ്ടാക്കി ആദാമിനെ അങ്ങോട്ട് എന്ത് ചെയ്തു? ആക്കി. ഞാനൊരു ദൂതിലേക്ക് വരികയാണ്, ക്രിസ്തുവിൽ എങ്ങനെ വസിക്കാൻ പറ്റുമെന്ന് ഒരു കൊച്ചു എക്സ്പ്ലനേഷൻ. ഈ തോട്ടത്തിൽ എല്ലാ ദിവസവും ആര് വരും? യഹോവ എന്ത് ചെയ്യും? വരും. എന്നിട്ട് ചോദിച്ചു, എന്തോ ഉണ്ട് ആദാമേ? എൻ്റെ ഭാവനയാണ്, സുഖമായിരിക്കുന്നു, സന്തോഷം വരും, സ്വസ്ഥം വരും, സുഖമായിരിക്കും. ഒരു ദിവസം വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി, തോട്ടം വലുതാ, ഇതിനകത്ത് ഈ മനുഷ്യന് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ദൈവം തീരുമാനിച്ചു, ഇയാൾക്ക് ഒരു നല്ല തക്കതായ ഒരു തുണ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം. ഇത് ആദാം അങ്ങോട്ട് പറഞ്ഞതൊന്നും അല്ല. എത്ര നാളായി ഒറ്റയ്ക്ക് താമസിക്കുക, എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കി തരണം, അടുത്ത കൊല്ലമെങ്കിലും എന്നൊന്നും പുള്ളി പറഞ്ഞതല്ല. ദൈവത്തിന് മനസ്സിലായി, പോരാ, പുള്ളി ഒറ്റയ്ക്ക് ഭയങ്കര പാടാ. ഉണ്ടാക്കി കൊടുത്ത് പേര് ഹവ്വയുള്ളപ്പോഴും ആര് വരുമായിരുന്നു? ദൈവം. ഒരു എൻ്റെ ഭാവന തോളയിട്ടിട്ട് ഒരു എന്തുകൊണ്ട് സുഖമായിരിക്കണം, സന്തോഷം. ഒരു ദിവസം വന്നപ്പോൾ രണ്ടുപേരെയും അവിടെ കാണാൻ ഇല്ല. അപ്പൊ ചോദിച്ചു, ആദാമേ നീ എവിടാ? എന്നാലും പറഞ്ഞു, ഞാനേ ഒളിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാനേ നഗ്നനാ. അടുത്ത വാക്ക് കേൾക്കണോ? നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്നിട്ട് പറഞ്ഞു അടുത്ത വാക്ക് കേൾക്കണോ? ഞാൻ തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷമില്ല നീയെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യടാ? നഗ്നനാ. അപ്പൊ നീ പഴം തിന്നല്ലേ? അപ്പൊ നീ പഴം നഗ്നനാണെന്ന് പറഞ്ഞപ്പോ റീസൺ ആര് പറഞ്ഞു? അപ്പൊ തന്നെ നഗ്നനോ ആണോ? അപ്പൊ നീ പഴം തിന്നു, അല്ലെ പിന്നെ നീ ആരാവത്തില്ല. പ്രശ്നം അങ്ങോട്ട് പറയുമ്പോ ആ പ്രശ്നത്തിന്റെ റീസൺ ആർക്കറിയാം? ഹലോ, എന്നോട് നിങ്ങളുണ്ടെങ്കിൽ കരമയത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇങ്ങോട്ട് വന്നു. അവർക്ക് കർത്താവ് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, കോൺവെർസേഷൻ കഴിഞ്ഞു. അവർക്ക് നല്ല ഉടുപ്പ് കർത്താവ് എന്ത് ചെയ്തു? തയ്പ്പിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്, വാക്യം 23, ജനസീസ്
ചാപ്റ്റർ 3 വേഴ്സ് 23, 23-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവനെ എടുത്തിരുന്ന മണ്ണിൽ ജോലി ചെയ്യേണ്ടതിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? യഹോവയാം ദൈവം പുറത്താക്കി എന്ന് പറഞ്ഞ ഇതുവരെ നമ്മൾ ഒരുമിച്ച് പാർത്തു നടന്നു. പക്ഷെ ഇനി ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോക്ക് പാടാ. ചോദിച്ചു എന്തോ പറ്റി? അല്ല, ഇപ്പം നിന്റെ അകത്ത് എന്തു വന്നു? പാപം. ഹലോ, അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയുന്നൊരു ദൂത്, യേശുവിൽ വസിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പാപവും യേശുവും തമ്മിൽ ഒരുമിച്ചുള്ള യാത്ര നടക്കത്തില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. പറഞ്ഞു നമുക്കിനി ഒരുമിച്ച് പോകുക പാടാ കേട്ടോ, അതുകൊണ്ട് നീ അങ്ങോട്ട് ഇറങ്ങിക്കോ, ഇനി ഇപ്പൊ തിരിച്ചു വരണ്ട, ഞാൻ പറയാം. അത് വരുന്ന ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോക്ക് പ്രയാസമാണ്. ബിക്കോസ് ഇതുവരെ നീ ഉള്ള പോലല്ല, ഇപ്പൊ നീ പാപം ചെയ്തു, നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. ബിക്കോസ് ആ സ്വഭാവം ഈ സ്വഭാവം തമ്മിൽ ഒരുമിച്ച് പോക്ക് പാടാ. അപ്പൊ പാപവും ദൈവവും തമ്മിൽ ഒരുമിച്ച് വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവമായൊരു ദൂത്, പാപരഹിതമായൊരു ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം? വരണം. ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വിടാം, മാനസാന്തരപ്പെടണം. എന്തുവാ മാനസാന്തരം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപത്തിന് മുമ്പ് ആദാം എങ്ങനെയായിരുന്നോ അതിലേക്ക് നമ്മുടെ ഒരു മടങ്ങി വരും. പാവത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, രണ്ടുപേർക്കും ഒരേ സ്വഭാവം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാനസാന്തരം സത്യത്തിൽ ദൈവിക സ്വഭാവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേർ എൻ്റെ ഇവിടെ ഉണ്ട്? കരമുയർത്തി സ്തോത്രം എന്ന് പറഞ്ഞേ. ദൈവം നിന്റെ കൂടെ വസിക്കണമെങ്കിൽ ദൈവിക സ്വഭാവം നമ്മുടെ അകത്തുണ്ടായേ പറ്റൂ. മാനസാന്തരപ്പെട്ടേ പറ്റൂ. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇന്നലെ ഷാജി പാസ് പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിന്നൊരു പദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പരിപാടിയല്ല, പിന്നെ ദൈവിക സ്വഭാവത്തിലേക്ക് മടങ്ങി കയറി വരാൻ കഴിയുന്ന ഒരു ആത്മീയ അനുഭവമുണ്ട്. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിലേക്ക് തിരിച്ചു വരുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ദോഹ ഒരു ചർച്ചിൽ ചെന്ന് പ്രസംഗിച്ചപ്പോ കർത്താവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ആത്മീയ ചിന്ത അവിടെ പറഞ്ഞു. 4 ദിവസം വിഷയം ഇതായിരുന്നു, ഇത്രയേ ഉള്ളൂ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ മാനസാന്തരപ്പെട്ട നമുക്ക് എന്തുണ്ടാവും? ഫലമുണ്ടാവും. എന്തുവാ മാനസാന്തരത്തിന്റെ ഫലം? നിങ്ങൾക്കറിയാമോ? എനിക്കിത് ലൈവായില്ലയോ? പരസ്യമായിട്ട് പറയാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയാതിരിക്കാൻ തരമില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട്, മാനസാന്തരപ്പെട്ട് ഗ്ലോറിയും കാൽവറിയും വിക്ടറിയൊക്കെ പറയുന്നവരാന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും 5 പൈസ കൊടുക്കാത്ത പെന്തക്കോസ്തുകാരുണ്ട്. നിങ്ങൾ കേട്ടോ? 5 പൈസ കൊടുക്കത്തില്ല, മരുന്നിന് പോലും കൊടുക്കത്തില്ല. അയ്യോ, ഇതൊരു പ്രാക്ടിക്കൽ ലൈഫ്. ഇതിനകത്ത് വന്നിട്ട് ദിസ് ഈസ് ദ ഡേ വെച്ചാൽ അത് സ്വർഗത്തിൽ പോകത്തില്ല. ഇത് പറയണമെങ്കിൽ ഏലപ്പാറക്കാരൻ പറയണം. ഞാൻ അവിടെ ആകുമ്പോൾ ഇതിന്റെ പരിണിത ഫലത്തെ പറ്റി എനിക്ക് വലിയ ബോധ്യമൊന്നും ഇല്ല. ഇനി ഇപ്പൊ ആകെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ഇനി ഇപ്പൊ പുള്ളിക്കാരനെ ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, അത്ര വലിയ ഉള്ളൂ. ഞാൻ ഇത്രയും കാലം ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ആളല്ലല്ലോ. നന്ദി. അപ്പനോട് മിണ്ടാത്തവരുണ്ട്, അമ്മയോട് മിണ്ടാത്തവരുണ്ട്, ചേട്ടനോട് ചേച്ചിയോട് പെങ്ങളോട് മിണ്ടാത്തവരുണ്ട്, സഹോദരനെ കണ്ടിട്ടില്ലാത്തവരുണ്ട്, ഒരൊറ്റ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരോട് മിണ്ടാത്തവരുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഇന്ന് എനിക്കറിയാം. ഇത് നിങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞാലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും എനിക്ക് പരിഭവം വരത്തില്ല. ബിക്കോസ് ഇത് മൊത്തം പരിശുദ്ധാത്മ നൽകിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എഴുതി വെച്ച കുറിപ്പ് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ആത്മാവ് കൊണ്ടുകൊണ്ടിരിക്കുന്നതാ. എവിടെയൊക്കെയോ ചില പണികൾ പരിശുദ്ധാത്മാവ് ഈ AUPCയുടെ ഈ യോഗത്തിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അത് ചെയ്യുന്നുണ്ട്. ചില നിരാശയുടെ കെട്ടുകളും ചില കോപത്തിന്റെ ശക്തികളും സ്വർഗം അഴിച്ചു മാറ്റി ഒരു വലിയ റിലീഫ്, ഒരു വലിയ ആശ്വാസം, ഒരു വലിയ മാനസാന്തരം സ്വർഗം ഇതിനകത്ത് പകരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ കരമടിച്ച് സ്തുതിച്ച് ദൈവത്തെ ഇന്ന് രാത്രി ആരാധിച്ചാട്ടെ. കരമടിച്ച് കർത്താവിന്റെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പലയിടത്തൂടെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. പേരൻസിൻ്റെ ഒക്കെ ഫോൺ കോൾ. ഞാൻ ഈ ടി വിക്കകത്ത് പ്രസംഗിക്കുന്നുണ്ട്, നാട്ടില് പവർ വിഷനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. വോയിസ് ഓഫ് പീസ് എന്ന് അതിൻ്റെ പേര്. വോയിസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ വാക്കുകളാണ്. ഒരു 300 കോളെങ്കിലും ഒരാഴ്ച വരും. 300 കോളുകളെങ്കിലും വരും. പാസ്റ്റർ ഒരു 300. എൻ്റെ പേരൻസിൻ്റെ കരച്ചിൽ കേൾക്കണം. തട്ടുമോ പൊട്ടുമോ മുട്ടുമോ എന്നൊക്കെ നോക്കി ഞാൻ വളർത്തിയതാ പാസ്റ്റർ. IELTS എഴുതി തോറ്റ് തുന്നം പാടി അവർക്ക് വേണ്ടി ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്ന് എൻ്റെ ആരോഗ്യം മൊത്തം. നമുക്കൊരു കല്യാണം വന്നപ്പോൾ പാസ്റ്റർക്ക് അറിയാമോ എങ്ങനെ ചെന്ന് കൊടുങ്ങാതിരിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്തു. കൊള്ളാവുന്നൊരു പയ്യനെ ഞാൻ അവിടെ എന്ത് ചെയ്തു, ഏൽപ്പിച്ചു കൊടുത്തു. പാസ്റ്റർ ഇപ്പൊ പോയിട്ട് 3 കൊല്ലമായി, അവിടെ ശ്വാസം പോലും എനിക്ക് കേൾക്കാൻ. നിന്നെ ചൊല്ലി നിന്റെ പേരൻസ് പ്രാർത്ഥനാ മുറിയിൽ ഞരങ്ങിയാൽ അതിന് കണക്ക് പറയണം. അപ്പൊ ഇത് എത്ര ഈസി കാര്യമൊന്നും അല്ല. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് അങ്ങനെ ചുമ്മാ ചെന്നുടനെ ചാടിക്കറി വസിക്കുന്ന പരിപാടിയൊന്നുമല്ല. മാനസാന്തരപ്പെട്ടേ പറ്റൂ. മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. വന്നുപോയ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിലേക്കൊന്ന് തിരിച്ചു കയറി വന്നേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഒരു മാറ്റം വേണമല്ലോ. എന്ന് പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരം ഉയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് പകൽ ഈ രാത്രിയിൽ ചില മേഖലകൾ സ്വർഗം പൊളിച്ചു പണിയും. ഈ രാത്രിയിൽ ചില മണ്ഡലങ്ങൾ സ്വർഗം പൊളിച്ചു പണിയും. റമാ ഷമാ ഹദീർ അഗസിയാന്തർ കനാദിയാന. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയാണ്. ജനത്തെ പുറകോട്ട് വലിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഇതിനകത്തൊരു ജയം സ്വർഗം പകരും. ഉറപ്പാണ്. പല പ്രാവശ്യം സംസാരിച്ച ആത്മീയ ദൂതുകളാണെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് ചില പ്രവർത്തികൾ കർത്താവ് ചെയ്യും. ചിലരെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു. ചില മേഖലകൾ പണിതെടുക്കാൻ ചിലരെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇതിനകത്തൊന്ന് വ്യാപരിക്കട്ടെ. അല്പനിമിഷങ്ങളെ കർത്താവിനെ കരമടിച്ച് സ്തുതിച്ച് കർത്താവിനെ ഒരുമിച്ച് ഒന്നാരത്. യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പം ഞാൻ മുമ്പോട്ട് വരുന്നത്, സമയം ഒത്തിരി പോകുന്നു, മുമ്പോട്ട് വരട്ടെ. അപ്പം ഞാൻ തുറന്നു പറയാം. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ഞാൻ പറയാം. പെന്തിക്കോസിലാണോ പാട്ട് പാടുന്നുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവേശുവിൽ വസിക്കണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. നിങ്ങൾക്കൊരു വലിയ കാര്യം അറിയോ? മാനസാന്തരപ്പെടേണ്ട തെറ്റാണ് ആദ്യ സ്നേഹം. ഒന്ന് പറഞ്ഞേ, എന്ത്? ബൈബിളിനകത്ത് അങ്ങനെ നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ പ്രശ്നം? ആദ്യ സ്നേഹം പോയി. ആദ്യ സ്നേഹം പോകാൻ ഒരു കാരണമുണ്ട്. സമയം പോകുന്നല്ലോ. ആദ്യ സ്നേഹം പോകാൻ ഒരു കാരണമുണ്ട്. പണ്ട് ഇവർക്ക് ഭയങ്കര ആദ്യ സ്നേഹമായിരുന്നു പെന്തക്കോസ്തി വന്ന സമയത്ത്. അതുകൊണ്ട് വസ്തുവൊക്കെ വിറ്റേച്ച് എല്ലാ അപ്പോസ്തലന്മാരുടെ കാക്കൽ എന്ത് ചെയ്തു? വെച്ചു. മുട്ടുള്ളവരാരും ആ സഭയിൽ ഇല്ലായിരുന്നു. തോമസ് ഓടിച്ചാൻ 1 ഏക്കർ വിറ്റിട്ട് വെച്ചു. തങ്കച്ചായന 2 ഏക്കർ വിറ്റിട്ട് വെച്ചു. അമ്മാമ്മ വണ്ടി അതേ ഉള്ളൂ, അതുകൊണ്ട് വെച്ചു. ബാങ്ക് എല്ലാം കൊണ്ട് ചെന്നവരെല്ലാം കൂടെ വീതിച്ചെടുത്ത് പ്രശ്നം എന്ത് ചെയ്തു? പരിഹരിച്ചു. ഒറ്റ റീസണേ ഉള്ളൂ, യേശു നാളെ വരും. വന്നില്ല. അന്നേരം പാസ്റ്റർ പറഞ്ഞു വിഷമിക്കേണ്ട, അടുത്ത കൊല്ലം എന്ത് ചെയ്യും? വരും. വന്നില്ല. അടുത്ത കൊല്ലം വരും. വന്നില്ല. അടുത്ത കൊല്ലം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിക്കാൻ നോക്കി SMS കൊടുക്കുക. ഉള്ള കാശും പോയി. യേശു ഒട്ട് മടങ്ങി വന്നും ഇല്ല. വർഷങ്ങൾ കഴിയും തോറും വരവിന്റെ പ്രത്യാശ ഇല്ലാതെ പോയപ്പോൾ പിന്നെ അവർക്ക് തോന്നി ഇനി ഇപ്പം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. പണ്ട് കൊണ്ടുവച്ചത് തിരിച്ചുപിടി. അപ്പൊ വെട്ടിക്കൂട്ടാനുള്ള ഈ വെപ്രാളത്തിനിടയ്ക്ക് പണ്ടത്തെ വിശ്വാസിയെ കാണുമ്പോൾ ഉള്ള പണ്ടത്തെ സ്നേഹം ഇപ്പോ പണം, പൈസ, പണം. എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും
ഒരു കാര്യമില്ല. ഇനി തീർന്നിട്ടില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ ഇനിയും 2 സെക്ഷൻ കൂടെ ഉണ്ട്. ഇപ്പം പിണങ്ങല്ലെന്നല്ല, ഇപ്പം പിണങ്ങല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയാം. പോകുമ്പോൾ വന്ന് എനിക്ക് കൈ തന്നിട്ട് പോകണം പാസ്റ്റർ ഇത് പറഞ്ഞല്ലോ. എല്ലാവരും വന്ന് മോളെ ഉഗാണ്ടയെ കൊണ്ടുപോകുന്ന കാര്യവും മോനെ കാലിഫോർണിയ കൊണ്ടുപോകുന്ന കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പാസ്റ്റർ സത്യം പറഞ്ഞല്ലോ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അല്ലെങ്കിൽ നേരെ ചൊവ്വേ ജീവിച്ചാൽ പോകത്തില്ലെന്ന് വിധിക്കാൻ പറ്റത്തില്ല. നേരെ ചൊവ്വേ ജീവിച്ചെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് കാര്യം പറഞ്ഞല്ലോ പാസ്റ്റർ. അതിൽ ഞാൻ പാസ്റ്ററെ അപ്രീഷിയേറ്റ് ചെയ്തു. കൈ തന്നിട്ട് വേണം പോകാൻ. എന്നോട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തിലേക്ക് തിരിച്ചു വരണം. ഒത്തിരി കാര്യങ്ങൾ ആ തലത്തിൽ എനിക്ക് എടുത്തു പറയാനുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ സമയം പോയി, എന്നാലും ഞാൻ ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കണം. അമ്മാമേ, മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ. സ്തോത്രം. 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് 2 വാക്യം ഒന്ന് വായിച്ചു. 7-ന്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ പ്ലീസ്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, വണ്ടറടിച്ചു യേശുവിന്റെ പ്രസംഗത്തിൽ. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല. എന്നിട്ട് അവര് പറയാണ്, പ്രസംഗത്തിന്റെ ആഫ്റ്റർ കമന്റ് ഉണ്ടല്ലോ, പറഞ്ഞിട്ട് പോകുമ്പോ പറയത്തില്ലയോ ആ കമന്റ്, അവര് പറയാണ് ഇത് ഞങ്ങളുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, പിന്നെ അധികാരമുള്ളവനായിട്ടത്രേ. ശാസ്ത്രിമാരപ്പ എങ്ങനെ പറഞ്ഞേ? സാരമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ശാസ്ത്രിമാർക്ക് അങ്ങനെ പറയാൻ പറ്റൂ? 3 കൊല്ലം 4 കൊല്ലം നിൽക്കണം. പക്ഷെ ഇവര് പറയണം ഈ മെസ്സേജ് നമ്മുടെ പാസ്റ്റർ പറയുന്ന പോലെ ഒന്നും അല്ല. പിന്നെങ്ങനെ അധികാരമായിട്ടോ? അധികാരത്തിലാ പറയുന്നത്. എന്തോ അധികാരത്തിൽ പറഞ്ഞ് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. ശ്രമിക്കാന്നല്ല, തീർത്ത് പറയാ. ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിഞ്ഞാലേ പോകത്തുള്ളൂ. തീർത്ത് പറയാം, അധികാരത്തോടാ. ഇങ്ങനെ ഇന്നലെ പാസ്റ്റർ പറഞ്ഞല്ലോ, സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ അഗ്നിനരകത്തിന് അങ്ങനെ തീർത്ത് പറയാ. അവിടെ വേറെ ഒന്നുമില്ല. തീർത്തങ്ങ് പറയാ. അഗ്നിനരകത്തിന് നിസാര തീർന്നു. മൂടാ എന്ന് പറഞ്ഞാലോ തീർന്നു. ഇത് എന്റെ കൂടെ നിങ്ങൾ വരണം കേട്ടോ. ഈ സത്യം പറഞ്ഞ ഈ ഗിരിപ്രഭാഷണമൊക്കെ ബൈബിളിന്റെ ചർച്ചിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണമെന്ന് ഞാൻ പറയുന്നത്. ഗിരിപ്രഭാഷണം. കാരണം എന്തായാലും പെന്തിക്കോസി വന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയില്ലയോ? അപ്പൊ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പെന്തിക്കോസ് വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിലുണ്ട്, കുഞ്ഞെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ കാര്യങ്ങൾ നീ കേൾക്കണം. കൊലപാതകം ചെയ്യരുത്, അതായിരുന്നു പണ്ടത്തെ പ്രമാണം. ഇപ്പൊ അങ്ങനെയല്ല. സഹോദരനോട് കോപിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? കൊലപാതകം ചെയ്യുന്നു. അങ്ങനെയുള്ളവൻ സ്വർഗത്തിൽ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഒരു ചവിട്ടത്തടിച്ചാൽ മറ്റേ ചവിടം എന്ത് ചെയ്യണം? എന്നല്ല നീ പോകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഫ്രണ്ടിൽ എഴുതി വെക്കണം. അപ്പൊ തന്നെ അവർ തിരിച്ചു പോക്കുള്ളൂ. ഈ പരിപാടിക്ക് ഞാനില്ല. എന്തിനാന്നേ ഇവരുടെ സ്വോത്രാഴ്ച നമ്മൾ മേടിക്കുന്നേ? എന്തിനാന്നേ എന്തിനാന്നേ? പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങൾക്ക് വിഷമം പരിഭവം തോന്നത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ ഈ മെസ്സേജ് പറയുന്നു. രക്തത്താല് ചെയ്യും തുറന്നു പറയുന്നു. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമൊന്നുമല്ല. രക്തത്താല് ചെയ്യും. ഒരു മടങ്ങി വരവിലേക്ക്, ദിവ്യ സ്വഭാവത്തിലേക്കൊന്ന് തിരിച്ചു വരണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ, ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നേച്ചർ എന്താണോ, ആ സ്വഭാവത്തിലേക്ക് മടങ്ങി വരാൻ ഈ കോൺഫറൻസ് ഉതകിയാൽ, ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ഈ കൺവെൻഷൻ ഉതകിയാൽ, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു കയറി വരാൻ ഈ കോൺഫറൻസ് ഒന്ന് ഉതകിയാൽ, ഇതാണ് ഈ കോൺഫറൻസിന്റെ ഏറ്റവും വലിയ വിജയം. ഒരാളെങ്കിലും തിരിച്ചു വന്നാൽ അതാണ് ഇന്ന് രാത്രിയിലെ വിജയം. സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. എത്ര എന്റെ കൂടെയുണ്ട്? ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ശക്തിയോടെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ സ്തുതിക്കുന്നു. ദിവ്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയാൻ പറ്റുമെങ്കിൽ പറയണം, കർത്താവേ ഞാൻ എവിടെയൊക്കെയോ ആയിപ്പോയി കഴിഞ്ഞു, എങ്ങോട്ടൊക്കെയോ ഞാൻ മാറിപ്പോയി കഴിഞ്ഞു. ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നും എന്നെ ഈ ലോകത്തിലേക്ക് പിടിച്ച് കറക്കത്തക്ക നിലയിൽ എവിടെയൊക്കെയോ എൻ്റെ അകത്ത് സാത്താന്റെ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊന്ന് മടങ്ങി വരുന്നെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോടൊന്ന് പറഞ്ഞ് മടങ്ങി വരാൻ അകത്ത് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവത്തോട് പറ, ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഒന്ന് പകരും. നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി പകരും. ഒരു പുതിയ ശക്തി നിന്റെ അകത്ത് പകരും. വന്നുപോയ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞൊന്ന് മടങ്ങി വരാൻ ഇന്ന് രാത്രി അകത്ത് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ദൈവത്തെ ഈ രാത്രി സ്തുതിച്ചു തുടങ്ങണം. രക്തം ചെയ്യോ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈ ഓഡിറ്റോറിയത്തിനകത്ത് വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സഹോദരിമാരുടെ മേൽ, ഈ സഹോദരന്മാരുടെ മേൽ, ഈ അഭിഷക്തരുടെ മേൽ ഒരു വലിയ കർത്താവിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. കർത്താവ് ഈ കോൺഫറൻസിന്റെ 2ാമത് രാത്രിയിലേക്ക് അങ്ങയുടെ ശക്തിയുടെ അഭിഷേകവുമായി അങ്ങ് ഇറങ്ങി വന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ചില പുതുക്കങ്ങൾ, ചില മാനസാന്തരങ്ങൾ, ചില മടങ്ങി വരവുകൾ സ്വർഗ്ഗം ഞങ്ങളുടെ ലൈഫിനകത്ത് പകരുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്.
ദൈവരാജ്യ പ്രവേശനത്തിന് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. ക്രിസ്തു അകത്ത് വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകൂ. പെന്തിക്കോസിനകത്ത് വന്നത് സ്വർഗത്തിൽ പോകാനായത് കൊണ്ട് നാം ക്രിസ്തുവിൽ വസിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒന്ന്, റിയൽ മാനസാന്തരം. വാക്കിനകത്തുള്ളൊരു മാനസാന്തരമൊന്നുമല്ല, റിയൽ മാനസാന്തരം. ഒരു ദിവ്യ സ്വഭാവത്തിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ പറ്റൂ. മാനസാന്തരം മാത്രം മതിയോ? പോരാ, വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ പലയിടത്തും പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമായി മാറും വീണ്ടും ജനിക്കുമ്പോൾ. ബോൺ എന്ന് പറഞ്ഞേ, ബോൺ ഗെയിൻ, വീണ്ടും ഒന്നുകൂടെ. അപ്പൊ ആരാ? പഴയ നേച്ചർ മാറും. എൻ്റെ നേച്ചർ എൻ്റെ അപ്പൻ്റെ ആയിരുന്നു. പേര് രാജു എന്നാ എൻ്റെ അപ്പൻ്റെ പേര്. രാജു പാവപ്പെട്ട ആളാ, ആരോട് മിണ്ടത്തില്ലായിരുന്നു എൻ്റെ അപ്പൻ. അമ്മ കുറെ കൂടെ മിണ്ടുന്ന അമ്മയും മിണ്ടാത്ത അപ്പനും ജനിച്ച മകനാണ് ആര്? ഞാൻ. ഇപ്പം എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും കുറച്ചു പേരോട് എന്ത് ചെയ്യത്തുള്ളായിരുന്നു? മിണ്ടത്തുള്ളൂ. കുറച്ചു പേരോട് മിണ്ടത്തിൽ. അത് എൻ്റെ കുഴപ്പമല്ല, രണ്ട് സ്വഭാവത്തിൽ നിന്ന് വന്നോണ്ടാ. ഇപ്പം എൻ്റെ വൈഫ് വേറെ സ്വഭാവത്തിലാ, അപ്പനും അമ്മയും വേറെ ആളാന്നല്ലോ, മനസ്സിലാകുന്നുണ്ട്? പല സ്വഭാവം. ഈ ഒരു വീട്ടിൽ തന്നെ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ 6 പേരുള്ള 6 സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സഭയ്ക്കകത്തോ 100 പേരുണ്ടെങ്കിൽ 200 പേരുണ്ടെങ്കിൽ ഇപ്പൊ ഈ പല സ്വഭാവ. ചിലർക്ക് പാട്ട് വേണം, ചിലർക്ക് പാട്ട് വേണ്ട. ചിലർക്ക് പ്രസംഗം വേണം, ചിലർക്ക് പ്രസംഗമേ വേണ്ട. ചിലർക്ക് പോയിന്റ് വെക്കണം, ചിലർക്ക് പോയിന്റേ വേണ്ട. ചിലർക്ക് പ്രവചനം വേണം, ചിലർക്ക് ഈ പ്രവചനം കേൾക്കുന്നതേ. ഇപ്പൊ ഇവരെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകണ്ട, ഭയങ്കര പാടാ. ഇപ്പൊ ദൈവം പറഞ്ഞു ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവം. അപ്പൊ പ്രശ്നം ഈസിയാ. അങ്ങനെ എല്ലാവർക്കും ഒരു സ്വഭാവം എങ്ങനെ വരും? അങ്ങനെ എല്ലാവർക്കും ഒരു സ്വഭാവം വരണമെങ്കിൽ എല്ലാം ഒരു ഒറ്റ അപ്പന്, അങ്ങനെ എല്ലാവരെയും കൂടെ ഒറ്റ അപ്പനെ ജനിപ്പിക്കാൻ വേണ്ടി ദൈവം ഇട്ട പദ്ധതിയുടെ പേരാണ് വീണ്ടും. അപ്പൊ നിന്റെ വീണ്ടും ജന്മം ഓക്കെ ആണെങ്കിൽ സ്വഭാവം പ്രോപ്പർ ആയിരിക്കും. നീ ഉടക്കനാണോ? ശരിയായിട്ടില്ല. ജനറൽ ബോഡിക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിലരെ ബന്ധിക്കും. ജനറൽ ബോഡി ഉണ്ടല്ലോ, ഞങ്ങൾ തോമസ് കുടിച്ചെന്നെ ബന്ധിക്കുന്നു, നാവിനെ കിട്ടുന്നു. ഞാനറിയാമോ ആ പേരുള്ളവരെ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ സെൻട്രൽ ട്രാവൻകൂറിലായതുകൊണ്ട് ആ പേരുടെ സുലഭമാ, പറയാൻ എളുപ്പമായതുകൊണ്ട് പറയുന്ന. ചിലരെ ഞങ്ങളങ്ങ് കെട്ടും, പുള്ളി വന്ന ഉടക്ക. നിങ്ങൾക്കറിയാമല്ലോ, വിഷമം തോന്നരുത്. പ്രോപ്പറല്ല സംഭവം, പ്രോപ്പറല്ല. ആണെന്ന് പറഞ്ഞു പോവും, അല്ലത്. പറയണ്ടേ വാസേ? അല്ല, ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മളിങ്ങനെ ഇപ്പൊ ടെസ്റ്റിന് അടിച്ച പൊങ്ങുന്ന പോലെ, ടെസ്റ്റിന് കാകള ഊതിയിട്ടില്ലല്ലോ, ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഈ വണ്ടിക്ക് ഹോൺ പിടിപ്പിച്ചിട്ട് അടിച്ചു നോക്കുന്ന പോലെ ടെസ്റ്റിന് അടിക്കുമ്പോൾ നമ്മൾ പോകാതെക്ക് പോകത്തില്ല. വീണ്ടും ജന്മം പ്രോപ്പർ ആണെങ്കിൽ നിന്റെ അകത്ത് കർത്താവിന്റെ സ്വഭാവം ഉണ്ടാവും. ഇന്ന് നീ മറ്റുള്ളവർക്കൊരു പേടി സ്വപ്നമാണെങ്കിൽ പ്രശ്ന. തോമസ് തങ്കച്ചായനോട് മാത്രം സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പുള്ളിയുടെ മൂക്കത്താ, പുള്ളിയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. പുള്ളിയുടെ മൂക്കത്താ കോപം. അയ്യോ അച്ഛ, അച്ഛ. നിർത്താൻ നമുക്ക്, ബാക്കി നമുക്ക് നാളെ പറയാം. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. ഇതിനകത്ത് വന്നതിൻ്റെ പിമ്പിൽ നമുക്ക് മറ്റ് രഹസ്യ ധാരണകളൊന്നും ഇല്ല. ദൈവരാജ്യമാണോ? നിത്യതയാണോ? മടങ്ങി വരവാണോ? യേശുവിൻ്റെ വരവിൽ പോകാനാണോ? കർത്താവകത്ത് വസിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് എഴുന്നേക്കാമോ? ഒന്ന് എഴുന്നേക്കാം. പോവല്ലേ ഒരു 2 മിനിറ്റ് പ്ലീസ്. കണ്ണടച്ചെടുത്ത് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് എനിക്ക് നൽകിയ കൃപയ്ക്കൊത്തോണം എൻ്റെ ശൈലിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദീർഘമണിക്കൂറത്തെ പ്രാർത്ഥന അതിൻ്റെ പിമ്പിലുണ്ട്. പല സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മ പ്രേരണയാൽ പലവട്ടം പറഞ്ഞു.